ഓക്കെ, എല്ലാവരും കയറിയെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാർ ഒരു ഹായ് എസ് ഒക്കെ ഇടാം. യെസ്, ഓക്കെ. ആദർശ് ഹായ്. ഹായ്. ഓക്കെ, ദെൻ വിൽ സ്റ്റാർട്ട്. നമ്മൾ പോയ പ്രാവശ്യം നോക്കിയിട്ടുള്ളത് ഓർഗാനിക്കിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസും അതുപോലെ തന്നെ എങ്ങനെയാണ് ഓർഗാനിക് പഠിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇതിന് മുന്നത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് നോക്കിയാൽ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ഷൻസ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻ സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളടുത്ത്, ഓർഗാനിക് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി എന്താണ്, ഒരു സിമ്പിൾ വേർഷൻ ആണ്. ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരും അതുപോലെ തന്നെ നമ്മളുമാണ്. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണു, ഇത് പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ ബേസിക് ആയിട്ടുള്ള അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈഡിൽ ഇതൊന്ന് ഓടിക്കുകയാണ്. നമ്മൾ ഹൈഡ്രോ കാർബണെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ എന്ത് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്ത് പറഞ്ഞു, ഹൈഡ്രോ കാർബണെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ്, എങ്ങനെയാണ് ഒരു ഓർഗാനിക് റിയാക്ഷൻ നടക്കുക എന്നുള്ള കാര്യം പറഞ്ഞു, ശരിയല്ലേ? അത് കൂടാതെ പിന്നെ എന്താ പറഞ്ഞത്, എങ്ങനെയൊക്കെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, എന്തൊക്കെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഉള്ളത് പറഞ്ഞു, അഡീഷൻ, എലിമിനേഷൻ, അതുപോലെ തന്നെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ന്യൂക്ലിയോഫിലിക് ആൻഡ് എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അത് കൂടാതെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ റൂൾസ് ആണ് ഒരു റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മാർക്കോണിക് ഓഫ്, ആന്റി മാർക്കോണിക് ഓഫ് ആൻഡ് എന്താണ് സൈറ്റ്സ് ഓഫ് റൂൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ്. പിന്നെ എങ്ങനെയാണ് ഓർഗാനിക് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നോക്കി. എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നോക്കിയത്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ നമ്മൾ വിട്ടുപോയ ഒരു റിയാക്ഷൻ ആണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്, എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഈ ടൈപ്പ് റിയാക്ഷൻ. എന്താണ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെയുള്ള എന്താണ്, ആൽക്കഹോൾ ആണ്, ശരിയല്ലേ? ആൽക്കഹോളിനെ H2SO4 ആഡ് ചെയ്യുന്നു. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം H2SO4 എന്താണ്, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. എന്ത് ചെയ്യും, വാട്ടറിനെ ഈസിലി എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും, ശരിയല്ലേ? അപ്പൊ ഈ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എങ്ങനെയാണ് ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടത്തുന്നുള്ള റിയാക്ഷൻ പറഞ്ഞത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. 3-4 പബ്ലിക് എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റിയാക്ഷൻ നമ്മൾ നോക്കുന്നു, ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചർ ആണ്. ഹയർ ടെമ്പറേച്ചറിൽ ഇവിടെ എന്ത് എലിമിനേഷൻ നടക്കും, വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും, എലിമിനേഷൻ നടക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആൽക്കീൻ കിട്ടും. അവിടെ എഴുതുന്നു, ഞാൻ ഒരിക്കൽ ഇവിടെ റിയാക്ഷൻ ഇവിടെ എഴുതുകയാണ്. CH3CH2 ആൻഡ് എന്താണ് OH. നിങ്ങൾക്ക് അറിയാം CH2OH എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എച്ചും ഇവിടുത്തെ OHും കൂടി എന്ത് എലിമിനേഷൻ നടന്നു, വാട്ടർ എലിമിനേഷൻ നടന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആൽക്കീൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയിട്ടില്ല, ഈഥീൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്. ഇതേ റിയാക്ഷൻ തന്നെ 413 കെൽവിനിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ എന്താണ് അഡീഷൻ റിയാക്ഷൻ ആണ്, പക്ഷെ വാട്ടർ എലിമിനേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈത്തർ ആണ്. അപ്പൊ നമ്മൾ 2 മോളിക്യൂൾ ഓഫ് എന്താ എഴുതുന്നു, CH3CH2OH പ്ലസ് എന്താണ് CH3CH2 ആൻഡ് എന്താണ് OH. ഇവിടെ എന്താ എലിമിനേഷൻ നടക്കുക, ഇവിടുന്ന് ഒരു ഹൈഡ്രജനും ഇവിടുന്ന് ഒരു OHും കൂടെ എന്ത് എലിമിനേഷൻ നടക്കണോ, വാട്ടർ എലിമിനേഷൻ നടക്കണോ. ബാക്കിയുള്ളത് അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നത് CH3CH2O ആൻഡ് എന്താണ് CH2CH3. നമുക്ക് എന്ത് കിട്ടി, ഈതർ കിട്ടി. ഓക്കെ, ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ H2SO4 അവിടെ വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഹൈ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കും, വാട്ടർ എലിമിനേഷൻ നടക്കും. അല്ല ലോവർ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈതർ ഫോർമേഷൻ നടക്കും. ഓക്കെ, ഈ റിയാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, റിയാക്ഷൻ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എന്ന് എസ് എന്ന് പറയാം. നിങ്ങൾക്ക് നെറ്റ് എന്തെങ്കിലും ലാഗ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഓഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക ഒന്ന്. ഇല്ല, ഓക്കെ, നോ പ്രോബ്ലം, ഗ്രേറ്റ്. ഓക്കെ, വൺ ഓഫ് ദ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഗ്രിഗ്നാർഡ് സിന്തസിസ് എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ. ഗ്രിഗ്നാർഡ് റിയേജന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം.
ഓക്കെ, അപ്പൊ ഈ ഗ്രിഗ്നാർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉള്ള ഏതാണ് ഹലോ ആൽക്കീൻസ് ആൻഡ് ആൽക്കലീൻസ് ആയിക്കോട്ടെ, ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് ആയിക്കോട്ടെ, ആൽഡിഹൈഡ് കീറ്റോൺസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് അമീൻസ് ആയിക്കോട്ടെ, എല്ലാത്തിലും വരുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ചിട്ടുള്ള റിയാക്ഷൻ ആണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനെല്ലാത്തിനും ഒരു മെക്കാനിസമാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രിഗ്നാർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്താന്നുള്ളത്. ഓക്കെ, എന്താ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഗ്നീഷ്യം എന്താണ് കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രിഗ്നാർഡ് റിയേജന്റ് പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഗ്രിഗ്നാർഡിന്റെ സിന്തസിസ് ആണ് എഴുതുന്നത് വിചാരിക്കുക. ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കണോ, ഇതിലേക്ക് എന്താ ആഡ് ചെയ്യണതോ മെഗ്നീഷ്യം എന്ത് ചെയ്യണോ ആഡ് ചെയ്യണോ വിത്ത് ദ പ്രസൻസ് ഓഫ് എന്താണ് ഈത്തർ റിയാക്ഷൻ നടത്തണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, CH3MgCl എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കിട്ടും. ഇങ്ങനെ എഴുതി വെക്കും പിള്ളേർ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണെന്ന് എഴുതി വെക്കും, ശരിയല്ലേ? ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിനോടൊപ്പം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ നമ്മൾ ഈ റിയാക്ഷൻ ഇവിടെ ഇങ്ങനെ CH3Cl+Mg എന്ന് എഴുതിയിട്ട് നമ്മൾ റിയാക്ഷൻ എഴുതി വെക്കുന്നതിനെക്കാട്ടിലും അവിടെ താഴെ നമ്മളൊരു കോട്ടും കൂടെ കൊടുക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഒരു എക്സാമിന് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് ഞാൻ അവിടെ പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. ഈ റിയാക്ഷൻ എന്താണ് എഴുതി, ഗ്രിഗ്നാർഡ് റിയേജന്റ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതുന്നു ഏതാണ് മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് എന്നാണ് കോമ്പൗണ്ടിന്റെ പേര് താഴെ എഴുതുന്നു. എന്നിട്ട് നമ്മൾ അവിടെ എഴുതുകയാണ് ഇറ്റ് ഈസ് ആൻ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. എന്താണ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്? എന്ത് ഈ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്? ഓർഗാനിക്കും ഉണ്ട്, പിന്നെ എന്തും ഉണ്ട്, മെഗ്നീഷ്യം എന്ന് പറഞ്ഞ മെറ്റലും ഉണ്ട്. അവിടെ ഒരു വേർഡ് നമ്മൾ എഴുതി ചേർക്കണം. ഇറ്റ് ഈസ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഈസ് എ ഓർഗാനിക് മെറ്റാലിക് കോമ്പൗണ്ട്. അപ്പോൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ്മാർക്ക് അറിയാം ഇതിനെക്കുറിച്ച് കുട്ടിക്ക് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ റിയാക്ഷൻ നമ്മളിവിടെ നോക്കുകയാണ്, എന്തൊക്കെയാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതാ ഫസ്റ്റ് റിയാക്ഷൻ ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് H2O റിയാക്ഷൻ നടക്കണം. എന്ത് കിട്ടുന്നു, ഹൈഡ്രോ കാർബൺ കിട്ടുന്നു. ഇവിടെയൊക്കെ എന്താ എടുക്കുന്നത്, ആൽഡിഹൈഡുകളാണ് എടുക്കുന്നത്. ആൽഡിഹൈഡ്, കീറ്റോൺ, അതുപോലെ എന്താണ് ഓയിൽ ക്ലോറൈഡ് എടുത്ത് എന്ത് കിട്ടും, നമുക്ക് കീറ്റോൺസ് ഫോർമേഷൻ നടക്കും. അതുപോലെ സൈനൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കീറ്റോൺസ്, ഇതൊക്കെ അതിലുള്ള റിയാക്ഷൻസ് ആണ്. CO2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇതിന്റെ ഒരു റിയാക്ഷൻ മെക്കാനിസം ഞാൻ ഇവിടെ എഴുതുകയാണ്. പിള്ളേർ ഇതിന്റെ ഒപ്പം എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഇതാ ഞാൻ ഇവിടെ എഴുതാൻ പോകണം, ശ്രദ്ധിക്കുക. എക്സാമ്പിൾ ഏതാണ് എടുക്കുന്നത്, HCHO എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് എടുക്കുന്നത്. ഇവിടെ ഞാൻ എഴുതുന്നു CH3 ആൻഡ് എന്താണ് H. എപ്പോഴും ഗ്രിഗ്നാർഡ് സിന്തസിസ് നിങ്ങൾ എഴുതുന്ന സമയത്ത് എവിടെയൊക്കെ ബ്രേക്കിംഗ് നടക്കാം, എവിടെയൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് വരും, പോസിറ്റീവിനും നെഗറ്റീവിനും ജോയിൻ ചെയ്യിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ ഗ്രിഗ്നാർഡ് സിന്തസിസ് എന്ന് പറയുന്നത്. എന്താ ഞാൻ ഇവിടെ എഴുതുന്നു HCHO പ്ലസ് എന്താണ് CH3MgCl എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട്. നിങ്ങൾക്ക് അറിയാം Mg പറഞ്ഞ എന്താണ്, മെറ്റൽ ആണ്. മെറ്റൽ എപ്പോഴും എന്തേ ചെയ്യുള്ളൂ, ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇത് എഴുതുന്നു ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ ബോണ്ട് എന്ത് ചെയ്യണു, ബ്രേക്ക് ചെയ്യണു. അതുപോലെ ഇതെന്താണ് കാർബണിൽ കാർബൺ ആണ്. ഇവിടുത്തെ എന്ത് ചെയ്യും, ഓക്സിജൻ എന്ത് ചാർജ് ആയിട്ട് നിൽക്കുക, നെഗറ്റീവ് ചാർജ് ആയിട്ട്. ഇവിടെ അങ്ങനെ എടുത്ത് എഴുതുന്നു, ഇവിടേക്ക് നോക്കിയതാ HCO നെഗറ്റീവ്. അതുപോലെ ഇവിടെ എന്തുണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു H ഉണ്ട്, പിന്നെ എന്തുണ്ട് ഇവിടെ, പിന്നെ ഇവിടെ എന്തുണ്ട് മഗ്നീഷ്യം. ഞാൻ പറഞ്ഞു എപ്പോഴും എന്തായിട്ടേ പോളൂ, പോസിറ്റീവ് ആയിട്ടേ പോളൂ. അതുപോലെ CH3 എന്തായിട്ടേ പോളൂ, നെഗറ്റീവ് ആയിട്ടേ പോളൂ. ഈ നെഗറ്റീവിനെ കൊണ്ട് എവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുക, ഇവിടെ O നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ശരിയല്ലേ? അപ്പൊ ഇതിനെ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുക, പോസിറ്റീവ് അറ്റാച്ച് ചെയ്യിപ്പിക്കുക. എവിടെയാണോ പോസിറ്റീവ് ഉള്ള അതിനെ നെഗറ്റീവ് കൊണ്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുക. എന്താ എഴുതുന്നു ഇവിടെ നോക്കിയതാ MgCl ആൻഡ് എന്താണ് ബാക്കി ഇവിടെ എന്താ ഉള്ളത്, CH3 ഉള്ളത്. ഇതാ അവിടെ എഴുതുന്നു CH3. പിന്നെ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഇല്ല കേട്ടോ, അത് നിങ്ങൾ മായിച്ചേക്കുക. ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യണോ, വാട്ടർ ആഡ് ചെയ്യണം. വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം H+ എന്താണ് OH- ആണെന്ന് അറിയാം. ഇതേ സിസ്റ്റം തന്നെ ഓക്സിജൻ മഗ്നീഷ്യം ബോണ്ട് ബ്രേക്ക് ചെയ്യണു. മഗ്നീഷ്യം എന്തായിട്ട് പോവുക, പോസിറ്റീവ് ആയിട്ട് പോവുക. ഓക്സിജൻ എന്തായിട്ട് പോവുക, നെഗറ്റീവ് ആയിട്ട് പോണു. അപ്പൊ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക, ഈ H+ എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും, ഓക്സിജന്റെ അവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതുകയാണ് HCOH, ശരിയല്ലേ? പിന്നെ ഇവിടെ എന്തുണ്ട്, CH3 ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു H ഉണ്ട്. ഞാൻ ഇവിടെ എഴുതുമ്പോൾ ഇതിന്റെ ഇടയിൽ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുക. അപ്പോ ഈ ബോണ്ട് ബ്രേക്കിംഗ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് സാർ ഈ ബോണ്ട് ബ്രേക്ക് ആവണോ, അതാണ് മോർ എന്തെന്ന് പറയുന്നത് പോളാറുള്ള ബോണ്ടുകൾ. പോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നോ ഒരു ഇലക്ട്രോ പോസിറ്റീവ് സ്പീഷ്യസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ നെഗറ്റീവ് സ്പീഷ്യസ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ആ ബോണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഇതാണ് ഒരു ഗ്രിഗ്നാർഡ് സിന്തസിസിന്റെ എന്തെന്ന് പറയുന്നത് മെക്കാനിസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിലേക്ക് പോവാം. ഇതേപോലെ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്. ഇപ്പോ HCHO എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഇതുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. HCHO എന്ന് പറയുന്ന ഫോർമാൽഡിഹൈഡ് ആണ്. നിങ്ങൾ ഫോർമാൽഡിഹൈഡിനെ എപ്പോഴും ഏതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്തേ കിട്ടുള്ളൂ, പ്രൈമറി ആൽക്കഹോളേ കിട്ടുള്ളൂ. ഇതേ
അതർ ദാൻ ഫോർമാൽഡിഹൈഡ് ഏത് ആൽഡിഹൈഡ് എടുത്താലും നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. കീറ്റോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടേർഷ്യറി ആൽക്കഹോൾ കിട്ടും. അതുപോലെ ഇത് പോയതിന് മുമ്പത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണണ്ടോന്ന് എനിക്കറിയില്ല. കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ. ആ ഒരു മെക്കാനിസം കൂടി ഞാൻ പറഞ്ഞു തരാണ്. പിള്ളേർ ഇതിനോടൊപ്പം തന്നെ അവിടെ എഴുതി കഴിഞ്ഞാലേ ഈ കാര്യം മനസ്സിലാവുള്ളൂ. ഇപ്പൊ പറഞ്ഞ ഈ മെക്കാനിസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെക്കാനിസം കൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. യെസ്, ഓക്കെ, ഗ്രേറ്റ്. ഇതാ ഞാൻ ഈ റിയാക്ഷൻ കൂടെ ഒരു റിയാക്ഷൻ കൂടെ പറഞ്ഞു തരികയാണ്. ദ സെയിം മെക്കാനിസം ഒന്നും കൂടെ എഴുതുന്നു. CH3 Mg എന്താണ് Cl ഗ്രിഗ്നാർഡ് റിയേജന്റ് എടുത്തു. CO2 വെറുതെ CO2 നമ്മൾ എഴുതി വെക്കണം. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? C ഡബിൾ ബോണ്ട് O എന്ന് എഴുതണം. അതാണ് CO2 ന്റെ സ്ട്രക്ചർ, ശരിയല്ലേ? റിയാക്ഷൻ നടക്കണം. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഇവിടെ എന്താ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ളത് നോക്കുക. ഇവിടെ എന്താണ്? ഇവിടെ വന്നിട്ട് ഇയാൾ വന്ന് ഇവിടെ അറ്റാക്ക് ആവുന്ന സമയത്ത് O എന്താവും? നെഗറ്റീവ് ആവും. അപ്പൊ എന്താണ് നമുക്ക് കിട്ടുക? ഇവിടെ എഴുതുന്നു CH3. ഓക്കെ, ഇതാ C ഡബിൾ ബോണ്ട് O നെഗറ്റീവ്. ഇവിടെ എന്താണ്? ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ഈ CH3 ആണ് നെഗറ്റീവ് ആണ് ഇവിടെ വന്ന് അറ്റാച്ച് ആയത്, ഇവിടെ പോസിറ്റീവ് ആയപ്പോ. ഓക്കെ, പിന്നെ ഇവിടെ എന്താ ഉള്ളത്? പിന്നെ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? ഇതാ ഇവിടെ OMgCl. ഓക്കെ, ഇവിടെ 4 ബോണ്ട് ഉണ്ട്. ഈ ബോണ്ട് ഇല്ല കേട്ടോ. ഓക്കെ, ഈ ബോണ്ട് ഇല്ല. അപ്പൊ എന്തായി? COMgCl CH3 ആൻഡ് എന്താണ്? C ഡബിൾ ബോണ്ട് O. ഇവിടെ എന്ത് ചെയ്യണോ? വീണ്ടും നമ്മൾ എന്താണ്? H2 ആഡ് ചെയ്യണോ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണോ? എന്താ H2 പറഞ്ഞാൽ നമുക്കറിയാം H+ ആൻഡ് എന്താണ്? OH- ആണ്, ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? H+ ഒന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? CH3 എന്താണ്? H+ ഇവിടെ ആയി. MgCl OH പോയി. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? C ആൻഡ് എന്താണ്? OH ആൻഡ് എന്താണ്? ഇവിടെ ഡബിൾ ബോണ്ട് O. ഇതാണ് എന്തെന്ന് പറയുന്നത്? COH എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. എന്താണ്? കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ സെയിം മെക്കാനിസം ആണ് ഇതെല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ മെക്കാനിസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രിഗ്നാർഡ് സിന്തസിസ് നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയണം? മെക്കാനിസം എഴുതാൻ അറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രിഗ്നാർഡ് സിന്തസിസ് എന്ത് കിട്ടുള്ളൂ? മാർക്ക് കിട്ടുള്ളൂ. രണ്ടെണ്ണത്തിന് മാത്രമേ നിങ്ങൾക്ക് എന്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ? മെക്കാനിസം എഴുതേണ്ട ആവശ്യമുള്ളൂ. ഒന്ന് വന്നിട്ട് ഗ്രിഗ്നാർഡ് റിയാക്ഷന്റെ ആണ്. രണ്ടാമത് വന്നിട്ട് നമ്മൾ ഏതാണ്? ആൾഡോൾ കണ്ടൻസേഷന്റെ ആണ്. ഈ രണ്ടും മാത്രമേ നമുക്ക് മെക്കാനിസം എന്ത് ചെയ്യാനുള്ളൂ? പഠിക്കാനുള്ളൂ. അപ്പൊ നോക്കിയേ, നിങ്ങൾക്ക് നോട്ട്സ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ റിയാക്ഷനും, ഓൾ റിയാക്ഷൻസ് ഏതാണ്? ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ എല്ലാ റിയാക്ഷൻസും ഒരു ഇതിലുണ്ട്. അപ്പൊ ഇത് നമുക്ക് എപ്പോഴാണ് യൂസ് ആവുക സാർ? ഇത് നിങ്ങളിപ്പോ എഴുതി നോക്കണം. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി നോക്കിയിട്ട് വേണം പോവാൻ നമ്മൾ. ഓക്കെ, ഇത് എഴുതി നോക്കി നമ്മളെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എക്സാമിന് നമ്മൾ കയറുന്നതിന് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് ഈ സ്ലൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഓർമ്മ വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എന്താണ് ഭയങ്കര കംപ്രസ്ഡ് ആക്കിയിട്ട് ഈ സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലായെങ്കിൽ എസ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തേക്ക് പോവാം. ഇത് നമ്മൾ ഓൾറെഡി പോയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അഡീഷൻ, റിയാക്ഷൻ, എലിമിനേഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലാണ് ന്യൂക്ലിയോഫിലിക് ആൻഡ് എന്താണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഏതാണ്? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ പോയ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ ഗ്രൂപ്പുകളൊക്കെ ഏതാണ്? ഇതൊക്കെ എന്താണ്? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അതുപോലെ ഇത് എന്താണ്? ഇവരൊക്കെ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഇതും അതുപോലെ തന്നെ എന്താണ്? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. പോസിറ്റീവ് ചാർജ് സ്പീഷീസ് ആണെന്ന് അറിയാം, ശരിയല്ലേ? പോസിറ്റീവ് ചാർജ്ഡ് സ്പീഷീസ് ആണെന്ന് അറിയാം. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് സ്പീഷീസ് ആണ്, നമുക്കറിയാം. ഇത് സെയിം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് അങ്ങനെ തന്നെ നടക്കുന്നത്. എന്താ നടക്കുന്നത്? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യണു? ഈ ക്ലോറിനായിട്ട് എന്താണ്? HCl എന്ത് ചെയ്യുന്നു? എലിമിനേഷൻ നടക്കുന്നു, ശരിയല്ലേ? HCl എലിമിനേഷൻ നടക്കുകയാണ്. ഈ HCl എലിമിനേഷൻ നടന്നിട്ട് കിട്ടുന്നതാണ് നമുക്ക് എന്ത് പറയുന്നത്? ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ HNO3 H2SO4 ആകുന്ന സമയത്ത് നൈട്രേഷൻ മിസ്റ്റർ ആണെങ്കിൽ എന്താവും? NO2 പോസിറ്റീവ്. നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി, ഈ കാര്യങ്ങളെല്ലാം നോക്കിയതാണ്. ഓക്കെ, അപ്പോ ഈ ഇതിൽ നമ്മൾ അതുപോലെ തന്നെ എന്തുണ്ട്? സൾഫണേഷൻ റിയാക്ഷൻസ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഫ്രിഡൽക്രാഫ്റ്റ് എന്താണ്? അസൈലേഷൻ ആൻഡ് എന്താണ്? ആൽക്കൈലേഷൻ റിയാക്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ നോക്കിയാണ്. ഇതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എല്ലാ കോമ്പൗണ്ടിന്റെ ആണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു ഇത് ഏത് നിങ്ങൾ ചാപ്റ്ററിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് പേജിൽ വരുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ഇത് ഒരൊറ്റ
ഒരൊറ്റ സ്ലൈഡിൽ ഞാൻ തീർക്കുകയാണ്. അത് അവിടെ നോക്കിക്കുക, അത് ഒരൊറ്റ സ്ലൈഡിൽ ഞാൻ തീർക്കുന്നു. ഇത് അവിടെ എടുത്തു വെക്കണം. ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഞാനിതാ XYZBA എന്ന് എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? ഈ XYBA എന്ന് എഴുതിയിട്ടുള്ള ZA എന്ന് പറഞ്ഞ X എന്ന് പറഞ്ഞ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് എന്താണെന്നുള്ളത്. X എന്ന് പറഞ്ഞ അവിടെ എഴുതിയിട്ടുണ്ട് എന്താന്നുള്ളത്. CLIBR ആണെന്ന് എഴുതിയിട്ടുണ്ട്. Y എന്ന് പറഞ്ഞ OH ആണെന്ന് എഴുതിയിട്ടുണ്ട്. Z എന്ന് പറഞ്ഞ എന്താണ്? ആൽഡിഹൈഡോ അല്ലെങ്കിൽ എന്താണ്? കാർബോക്സിലിക് ആസിഡോ. CHO അതിന്റെ എന്താണ്? COH. B എന്ന് പറഞ്ഞ OCH3 ആണ് അതിന്റെ എന്താണ്? A എന്ന് പറഞ്ഞ NHCOCH3. എന്താ ഈ NHCOCH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അനിലീനിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അനിലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻസിന്റെ മുകളിൽ NH2 വരുന്ന സിസ്റ്റം. ആ സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താൻ പറ്റില്ല. അത് കാരണം നമ്മൾ എത്തനോയിക് അൺഹൈഡ്രേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? ക്യാപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്? റിയാക്ഷൻ നടത്തുന്നത്. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ H2 ആഡ് ചെയ്ത് എന്തായിട്ട് മാറും? NH2 ആയിട്ട് മാറും. അപ്പൊ ഞാൻ അവിടെ നോക്കുകയാണ്, അത് അവിടെ നോക്കിയോ. X ഞാൻ ഇവിടെ നോക്കുന്നത് ഫസ്റ്റ് നോക്കണം. അത് എന്താണ്? ഇത് നൈട്രേഷൻ ആണ്. നൈട്രേഷനിൽ എന്തൊക്കെയാ നടക്കുന്നത്? കോൺസെൻട്രേറ്റഡ് HNO3 H2SO4 ആഡ് ചെയ്യണു. X,B എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റത്തെ. എന്താ ഈ X,B എന്ന് പറഞ്ഞ? X എന്ന് പറഞ്ഞാൽ ക്ലോറിൻ, അയഡിൻ, ബ്രോമിൻ. B എന്ന് പറഞ്ഞാൽ എന്താണ്? OCH3. ഓക്കെ, ഈ സിസ്റ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓർത്തോ പാരാ പ്രോഡക്റ്റ് കിട്ടും. എന്ത് കിട്ടും? ഓർത്തോ ആൻഡ് എന്താണ്? പാരാ പ്രോഡക്റ്റ്. ഓർത്തോയിൽ എന്നോട്ട് വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്, പാരയിൽ എന്നോട്ട് വന്നിട്ടുണ്ട്, ശരിയല്ലേ? ഇനി ഇതാ കോൺസെൻട്രേറ്റഡ് HNO3 H2SO4 വീണ്ടും ആഡ് ചെയ്യണം. ഏതിലേക്ക് ആഡ് ചെയ്യണോ? Y എന്ന് പറഞ്ഞ സിസ്റ്റം. Y എന്താണ്? OH വരുന്ന സിസ്റ്റമാണ്. ഏതാണ്? ഫീനോൾ. ഫീനോളിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ഭാഗത്തും എന്ത് കിട്ടും? എന്നോട്ട് കിട്ടും, കോൺസെൻട്രേറ്റഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് ഡൈല്യൂട്ട് HNO3 ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Y എന്ന് പറഞ്ഞ സിസ്റ്റം OH ആണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ എവിടെ കിട്ടും? ഓർത്തോയിലും പാരയിലും കിട്ടും. അപ്പൊ ഡൈല്യൂട്ട് HNO3 ഇവിടെ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ നോക്കിയോ അടുത്ത Z, CHO ആൻഡ് COH. അറിയാം നമുക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് എന്താ വരിക? മെറ്റാ ഡയറക്റ്റിംഗ് ആയിരിക്കും എന്താ? മെറ്റൈൽ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ സൾഫണേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ എന്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ? ഫ്രിഡൽ ക്രാഫ്റ്റ് എന്താണ്? ആൽക്കൈലേഷൻ ആൻഡ് എന്താണ്? അസൈലേഷൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? ബ്രോമിനേഷൻ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. ഈ ചാർട്ടിൽ വല്ല ഡൗട്ടും ഉണ്ടോ നിങ്ങൾക്ക്? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്നുള്ളത്. അതിന്റെ വളരെ കംപ്രസ്ഡ് ആക്കിയിട്ട് എല്ലാ റിയാക്ഷനും വരുന്നതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. A എന്ന് വരുന്ന സിസ്റ്റം. A എന്ന് വരുന്ന സിസ്റ്റം എന്താ നോക്കുക? A എന്ന് വരുന്ന ഏതാണ്? അനിലീന്റെ സിസ്റ്റമാണ്, ശരിയല്ലേ? ഇതിൽ H2 ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും? ഈ NH ബോണ്ട് പൊട്ടിയിട്ട് NH2 ആയിട്ട് മാറും. A വരുന്ന സിസ്റ്റത്തിന്റെ എവിടെ വരും? എപ്പോഴും പാരയിൽ മാത്രമേ നമുക്ക് പ്രോഡക്റ്റ് പഠിക്കുള്ളൂ. നിങ്ങൾ അനിലിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും എന്ത് പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ? പാരയിൽ മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ, ഓർത്തോയിൽ പ്രോഡക്റ്റ് ഉണ്ടാവില്ല. ആ സിസ്റ്റമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് നിങ്ങൾക്ക് ഇത് എന്തായാലും ഞാൻ നോട്ട്സ് അയക്കുന്ന സമയത്ത് ഇത് എന്തായാലും അതിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഈ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. മനസ്സിലായതുണ്ടെങ്കിൽ S എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അദിബ പ്രദീപ് മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒന്ന് S എന്ന് ടൈപ്പ് ചെയ്യാം. ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി? അഖിൽ കൃഷ്ണൻ ഓക്കെ, മനസ്സിലായി. വേറെ ബാക്കിയുള്ളവര്? ആദർശ് എവിടെ? ആദർശ്, സൂര്യ, അജിത് ഓക്കെ, ഇമാനുവൽ ജോഷി ഓക്കെ, താങ്ക് യു ഇമാനുവൽ. ഓക്കെ, അദ്വൈത് കൃഷ്ണ യെസ് ഓക്കെ ഓക്കെ, ആദർശ് ഓക്കെ, ശരി. സ്മിതേഷ്, വർണിക ഓക്കെ, ഗ്രേറ്റ് ഓക്കെ ഓക്കെ യെസ് ഓക്കെ ഓക്കെ ഗ്രേറ്റ്. അപ്പൊ ഇനി നമ്മൾ എന്തിലേക്ക് പോകണത്? ഞാൻ ആ പോയ ക്ലാസ്സിൽ ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇത് ഞാൻ വിട്ട പോർഷനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തന്നത്. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിലും ഏകദേശം ഒരു 4 പേജ്, ഓരോ ചാപ്റ്ററിലും 4 പേജ് വരുന്നുണ്ട്. 4 ചാപ്റ്റർ ആകുമ്പോൾ ഏകദേശം 16 മുതൽ 20 പേജ് വരെ ഓർഗാനിക്കിന്റെ റിയാക്ഷൻസ് ആണ് ഈ ഒറ്റ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് നോക്കേണ്ട ആവശ്യമില്ല. ആ ഏകദേശം 20 പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം, അത് വേണ്ടാന്ന് വെക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത് ഒറ്റന്നിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ മനസ്സിലാവണം ഏതാണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് എന്നും ഏതാണ് മെറ്റാ ഡയറക്റ്റിംഗ് എന്നും മനസ്സിലാവണം. ഓക്കെ, മനസ്സിലായ സ്ഥിതിക്ക് ഇത് നമ്മൾ നോക്കിയതാണ്. പോയ ക്ലാസ്സിൽ നമ്മൾ നോക്കി വുഡ്സ് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിംഗ്, അതുപോലെ തന്നെ
ഫിറ്റിംഗ് റിയാക്ഷൻ നമ്മൾ നോക്കിയതാണ്, നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ ഒരു കാര്യം പറഞ്ഞു, രണ്ട് സിന്തസിസ് ആണ്. ഒന്ന് എന്താണ് ഈതറിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, വില്യംസൺ സിന്തസിസും. അത് കൂടാതെ നമ്മൾ ഇതപ്പം ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു H2SO4 ആയിട്ടുള്ള റിയാക്ഷൻ. ഇത് അവിടെ നോക്കിയതാ, H2SO4 ആയിട്ട് 413 കെൽവിനുള്ള റിയാക്ഷൻ. ഇതും എന്തെന്നെയാണ്, ഈതർ സിന്തസിസ് ആണ്. ഈ രണ്ട് സിന്തസിസ് മാത്രമേ ഉള്ളൂ നമുക്ക് +2 ഈതർ സിന്തസിസ് ആയിട്ടുള്ളത്. അപ്പൊ അത് രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. വില്യംസൺ സിന്തസിസ് നമ്മൾ കഴിഞ്ഞതാണ്. ഇനി സാൻ മേയേഴ്സ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. സാൻ മേയേഴ്സിൽ എങ്ങനെയാണ് ഡൈസോണിയം ക്ലോറൈഡ് ഫോർമേഷൻ നടക്കുന്നതും ഡൈസോണിയം ക്ലോറൈഡ് വെച്ച് എന്തൊക്കെ റിയാക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് റിയാക്ഷൻ നോക്കി, ബാൽഷീമാൻ റിയാക്ഷൻ നോക്കി. പക്ഷേ റിയാക്ഷൻ എന്തില്ല, നമ്മുടെ സിലബസിൽ ഇല്ല, ഔട്ട് ഓഫ് സിലബസ് ആണ്. അതുപോലെ ഈ കപ്ലിംഗ് റിയാക്ഷൻ നമ്മുടെ ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കപ്ലിംഗ് റിയാക്ഷനിലാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഹൈഡ്രജൻ ആണ് എന്ത് ചെയ്യണത്, റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ അത് നമുക്ക് വേണ്ട, ഞാൻ ജസ്റ്റ് ഇവിടെ ഉൾപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ, പിള്ളേർക്ക് പഠിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷനിലേക്കാണ്. നമുക്കറിയാം രണ്ട് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് വന്നിട്ട് എന്താണ് ഫിംഗിൾസ്റ്റെയിൻ റിയാക്ഷനും, ഒന്ന് വന്നിട്ട് എന്താണ് സ്വാർട്സ് റിയാക്ഷൻ. എന്താണ് ഫിംഗിൾസ്റ്റെയിൻ ആൻഡ് സ്വാർട്സ് റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ ആണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, RX എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുള്ളത് കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ എഴുതുകയാണ്, അത് അവിടെ എഴുതുകയാണ്, ഇവിടെ ശ്രദ്ധിച്ചോ. ഒരു CH3Cl എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ഇതിനോടൊപ്പം NaI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്യാണ് ഞാൻ. ഓക്കെ, സോഡിയം അയഡൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ I ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, ക്ലോറിൻ എവിടേക്ക് വരുന്നു, ഇവിടെ വരുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്, എക്സ്ചേഞ്ച് നടക്കണമെന്ന് പറയുന്നത്. അപ്പൊ എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, CH3 ആൻഡ് എന്താണ് I പ്ലസ് എന്താണ് NaCl. ഇതാണ് എന്തെന്ന് പറയുന്നത് ഫിംഗിൾസ്റ്റെയിൻ റിയാക്ഷൻ എന്ന് പറയും. ഞാൻ എപ്പോഴും ഇങ്ങനെ നെയിമിംഗ് റിയാക്ഷൻസ് എല്ലാം ഓർത്ത് വെക്കുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ആ നെയിമിൽ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ് വെച്ചിട്ടാണ് പറയും. ഇപ്പൊ ഞാൻ ഫിംഗിൾസ്റ്റെയിൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇതിൽ I പോയിന്റ് ഔട്ട് ചെയ്യും. I പോയിന്റ് ഔട്ട് ചെയ്ത് അവിടെ എനിക്ക് അറിയാം അവിടെ എന്താ വരുന്നത്, അയഡിനാണ് വരുന്നത് എന്നുള്ളത് അറിയാം. ഇപ്പൊ ഓൾറെഡി നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്വാർട്സ് റിയാക്ഷൻ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് സ്വാർട്സ് റിയാക്ഷൻ. ഞാൻ ഒരു കൂടെ അവിടെ എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇതാ CH3Cl പ്ലസ് എന്താണ് AgF ആയിട്ട് റിയാക്ഷൻ നടക്കണു. ഇതേ സെയിം റിയാക്ഷൻ തന്നെയാണ്. ഏതാണ് ഹാലജൻ എക്സ്ചേഞ്ച്, ഫ്ലൂറിൻ ഇങ്ങോട്ട് വരുന്നു, ക്ലോറിൻ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, CH3 ആൻഡ് എന്താണ് F പ്ലസ് എന്താണ് AgCl. അപ്പോ ഈ സ്വാർട്സും ഫിംഗിൾസ്റ്റെയിനും മാത്രമാണ് എന്ത് റിയാക്ഷൻസ്, ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസ്. അതിൽ ഫിംഗിൾസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ Fi അയഡിൻ വരുന്ന കോമ്പൗണ്ട്, സോഡിയം അയഡൈഡ്, അതിൽ നമ്മൾ മാറ്റം വരില്ല. അതുപോലെ ഏതാണ് സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലൂറിൻ വരുന്ന സിസ്റ്റം. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ്സ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായതുണ്ടെങ്കിൽ എസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായോ? യെസ്, ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. മിക്ക എക്സാമിനും ഓർഗാനിക്കിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഡൗസ് പ്രോസസ് എന്ന് പറയുന്ന റിയാക്ഷൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ച എല്ലാത്തിലും നോക്കുന്ന സമയത്ത് ആലിഫാറ്റിക് സിസ്റ്റം എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആലിഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, CH3Cl അല്ലെങ്കിൽ CH3 ഒക്കെ ആലിഫാറ്റിക് സിസ്റ്റം ആണ്. എന്താണ് ആൽക്കൈൽ ക്ലോറൈഡ്, ആൽക്കൈൽ ബ്രോമൈഡ്, ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, CH3Cl, CH2Cl, ഇതൊക്കെയാണ് ആലിഫാറ്റിക് സിസ്റ്റം അല്ലെ, ആൽക്കൈൽ ക്ലോറൈഡുകൾ. അതുപോലെ അറൈൽ ക്ലോറൈഡുകളാണ് എന്തെന്ന് പറയുന്നത്, ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ എന്ന് പറയുന്ന സിസ്റ്റം. എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനത്തുള്ള ആൽക്കൈൽ സിസ്റ്റങ്ങളിൽ എന്ത് റിയാക്ഷൻ നടക്കും, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. പക്ഷെ എന്ത് നടക്കാൻ ചാൻസ് കുറവാണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാൻ ചാൻസ് കുറവാണ്. ശരിയല്ലേ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏതിൽ മാത്രമേ നടക്കുള്ളൂ, ബെൻസീൻ വരുന്ന സിസ്റ്റങ്ങൾ, അരോമാറ്റിക് സിസ്റ്റങ്ങളിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആവാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിയാക്ഷനിൽ ഈ ക്ലോറോബെൻസീനിൽ നടക്കുന്നത് എന്ത് റിയാക്ഷൻ ആണ്, ക്ലോറോബെൻസീൻ നടക്കുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഈ ഡൗസ് പ്രോസസ് അത്രയും ഇമ്പോർട്ടന്റ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്.
ഇവിടെ എങ്ങനെയാണ് സാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞു തരാം, അവിടെ ശ്രദ്ധിക്കുക. ഇവിടുത്തെ ക്ലോറിനും എച്ചും കൂടെ എന്ത് എലിമിനേഷൻ നടക്കുകയാണ്? HCl എന്ത് ചെയ്യാണ്? എലിമിനേഷൻ നടക്കുകയാണ്. അപ്പൊ HCl-ഉം അതുപോലെ തന്നെ എന്താണ് സോഡിയത്തിന്റെ രണ്ടാമത്തെ നിൽക്കുന്ന സോഡിയം ക്ലോറൈഡ്, വാട്ടർ എല്ലാം എലിമിനേഷൻ നടന്ന് നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ONA എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ആണ് എന്ത് ചെയ്യണത്? ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ONA എന്ന് പറഞ്ഞ സിസ്റ്റം ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എന്താണ്? നെഗറ്റീവ് ചാർജ് സ്പീഷീസ് ആണ്. ഇറ്റ് ഈസ് എന്താണ്? ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആവാനുള്ള റീസൺ എന്താണ്? ബെൻസീനിൽ എന്ത് നടക്കുകയാണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടും? സോഡിയം ഫിനോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. ഈ സോഡിയം ഫിനോക്സൈഡിലേക്ക് നമ്മൾ എന്താണ്? വാട്ടർ H+ ആൻഡ് എന്താണ് OH- ആഡ് ചെയ്യണു. എന്താ സംഭവിക്കുക? NaOH എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എലിമിനേഷൻ നടക്കണം. നമുക്ക് എന്ത് കിട്ടും? ഫീനോൾ എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് കിട്ടും? കോമ്പൗണ്ട് നമുക്ക് ഫോം ചെയ്യും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ചോദിക്കാം, ഒരു എന്താ പറയുക, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിക്കാം, നോർമലി ആൽക്കൈൽ ഹാലൈഡുകളിലാണല്ലോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്, പക്ഷേ ഇതിൽ നടക്കുന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏതാണെന്നുള്ളത് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട റിയാക്ഷൻ ആണ് എന്ത് പറയുന്നത്? ഡൗസ് പ്രോസസ് എന്ന് പറയുന്നത്. ഡൗസ് പ്രോസസ് എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? കണ്ടീഷൻസ് എന്ന് പറയുന്നത്. പ്രഷർ ആൻഡ് എന്താണ്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡൗസ് പ്രോസസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് മനസ്സിലായോ? ഡൗസ് പ്രോസസ് മനസ്സിലായെങ്കിൽ എസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ജോഷി, ഓക്കെ താങ്ക് യു. ശരി, ഇനിയാണ് അടുത്ത റിയാക്ഷൻ നമ്മൾ പോകുന്നത്. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഓരോ റിയാക്ഷൻസ് ഓരോ ചാപ്റ്ററിന് എടുത്ത്, ഞാൻ പറഞ്ഞു അങ്ങനെ പഠിക്കരുത്. ഓരോ ചാപ്റ്ററിന് ഓരോ റിയാക്ഷൻ എടുത്ത് പഠിക്കരുത്. അങ്ങനെ എടുത്ത് പഠിച്ച് എന്ത് സംഭവിക്കും? നമുക്ക് എല്ലാ റിയാക്ഷനും കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല? പഠിച്ച് ഓർമ്മിച്ച് വെക്കാൻ പറ്റില്ല, നമ്മുടെ തലയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലത് ക്ലബ് ചെയ്ത് വേണം പഠിക്കാൻ. ഈ ഫോർമാറ്റിൽ വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങി ഏതാണ്? ജസ്റ്റ് എന്തൊക്കെ റൂൾസും മറ്റു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത കാര്യങ്ങളൊക്കെ വന്നു. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരുമിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് ഗ്രിഗ്നാർഡ് റിയാക്ഷൻ ഒരുമിച്ച് പഠിച്ചു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എല്ലാം ഒരുമിച്ച് പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നെയ്മിംഗ് റിയാക്ഷൻ. അതിൽ ഫിംഗിസ്റ്റൈൻ എന്താണ് സ്വാർട്സ് റിയാക്ഷൻ പഠിച്ചു. അതുപോലെ തന്നെ ഒപ്പം പഠിക്കേണ്ട റിയാക്ഷൻ ആണ് ഏത് റിയാക്ഷൻ എന്ന് പറയുന്നത്? കോൾ റൈമറ്റൈമാൻ ആൻഡ് ഓൾസോ കാർബലമീൻ റിയാക്ഷൻ. ഇത് മൂന്ന് ചാപ്റ്ററിൽ വരുന്ന റിയാക്ഷൻ ആണ്. ശരിയല്ലേ? ഒന്ന് വന്നിട്ട് ആൽക്കൈൽ ഹാലൈഡ്സ് ഇതിൽ വരുന്നതാണ്. രണ്ടാമത് റൈമറ്റൈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഇത് ആൽക്കഹോൾസിൽ വരുന്നതാണ്. ഇത് എന്താണ്? ആലിയേറ്റ് കീറ്റോൺസിൽ വരുന്നതാണ്. ഇത് വന്നിട്ട് അമീൻസിൽ വരുന്ന റിയാക്ഷൻ. എന്താ സാർ ഇത് ഒരുമിച്ച് പഠിക്കണം എന്ന് പറയുന്നത്? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ആർ എന്താണ്? ദ റിയാക്ഷൻ ഈസ് എന്താണ്? ഇൻ ബേസിക് മീഡിയം. ബേസിക് മീഡിയമാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ബേസിക് മീഡിയത്തിൽ ഒരു റിയാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടെ ഡീപ്രോട്ടനേഷൻ നടക്കും. എന്താ ഈ ഡീപ്രോട്ടനേഷൻ സാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനെ അവർ ആദ്യം എടുത്തിട്ടു. ഓക്കെ, ഹൈഡ്രജൻ അവിടെ നിന്ന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഏത് സിസ്റ്റം ആണോ ഉള്ളത് അവിടെ നിന്ന് എന്ത് ചെയ്യും? ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. എന്താ അവിടെ നോക്കൂ, ഇതാ ഇവിടുത്തെ ഹൈഡ്രജൻ എടുത്തു, എന്തായിട്ട് മാറി? ONA ആയി. അതുപോലെ ഇപ്പൊ ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുത്തെ ഹൈഡ്രജൻ എടുത്തു, പിന്നെ എന്തായി? ONA ആയി. ശരിയല്ലേ? അവിടുത്തെ ഹൈഡ്രജൻ എന്ത് ചെയ്യണ? ഡീപ്രോട്ടോണേഷൻ എന്നതിന് പറയുക, ഡീപ്രോട്ടനേഷൻ. അപ്പൊ എന്ത് ആസിഡ് ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും സാർ ചോദിച്ചു കഴിഞ്ഞാൽ ആസിഡ് ആഡ് ചെയ്ത H+നെ എന്ത് ചെയ്ത് കൊടുക്കും? ആഡ് ചെയ്ത് കൊടുക്കും. അതിനാണ് പ്രോട്ടനേഷൻ റിയാക്ഷൻ എന്ന് പറയുക. അപ്പൊ ഇതൊക്കെ മെക്കാനിസം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട, തലപോയിക്കേണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 3 റിയാക്ഷൻ ക്ലബ് ചെയ്ത് ഒരുമിച്ച് പഠിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യില്ല? ഈ 3 റിയാക്ഷൻ ഒരിക്കലും മറക്കാനും പോകുന്നില്ല. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന റിയാക്ഷൻ ആണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്? കോൾബ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞു, ഫീനോൾ എടുക്കുന്നു. ഫീനോൾ എന്ത് ചെയ്യണോ? ഫീനോൾ എടുക്കുന്നു. ഫീനോൾ നമ്മൾ എന്താ ആഡ് ചെയ്യണത്? NaOH ആഡ് ചെയ്യണു. NaOH ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവിടുത്തെ HOH എന്ത് ചെയ്യുന്നു? എലിമിനേഷൻ നടക്കണു. HOH എലിമിനേഷൻ നടന്ന് നമുക്ക് എന്ത് കിട്ടും? ONA എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് എന്ത് ചെയ്യണു? ഫോർമേഷൻ നടക്കണം. ഓക്കെ, അപ്പോൾ ഈ കോമ്പൗണ്ട് ഫോർമേഷൻ നടന്നു കഴിഞ്ഞിട്ട് സോഡിയം ഫിനോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പൗണ്ട് കിട്ടുന്നു. അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? CO2 എന്ന് പറഞ്ഞ സിസ്റ്റം ആണ് ആഡ് ചെയ്യുന്നത്. CO2 ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ശരിയല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഓൾറെഡി അറിയാം, C ഡബിൾ ബോണ്ട് ആൻഡ് എന്താണ്? ഡബിൾ ബോണ്ട് ഓൺ. ഓൾറെഡി ഇവിടെ എന്താ ഉള്ളത്? എന്ത് മീഡിയത്തിലാണ്? NaOH മീഡിയത്തിലാണ്. ഈ പ്രോട്ടനേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം എവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നു? C ഡബിൾ ബോണ്ടോയുടെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് എന്തായിട്ട് മാറും? O നെഗറ്റീവ് ആയിട്ട് മാറും. ഈ ഹൈഡ്രജൻ എവിടെ വന്ന് അറ്റാച്ച് ആവും? ഇവിടെ വന്ന് അറ്റാച്ച് ആവും. അതാണ് ഈ CO2H എന്ന് പറയുന്ന സാധനം. എന്താണ്? COOH എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? എത്തനോയിക് അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്യുന്നത്. എത്തനോയിക് അൺഹൈഡ്രേറ്റ് സ്ട്രക്ചർ ഞാൻ അവിടെ വരയ്ക്കുകയാണ്. CH3 C ഡബിൾ ബോണ്ട് O C ഡബിൾ ബോണ്ട് O CH3. ഇതാണ് എന്തെന്ന് പറയുന്നത്? എത്തനോയിക് അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്.
എത്തനോയിക് അൺഹൈഡ്രേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ സാർ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഓക്സിജന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യണു. ഈ ഹൈഡ്രജൻ നേരെ പോയിട്ട് ഇവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടും? COCH3 എന്ന് പറഞ്ഞ ഒരു സിസ്റ്റവും പിന്നെന്താണ് CH3COO ഇവിടുത്തെ ഹൈഡ്രജനും കൂടി CH3COOH എന്ത് ചെയ്യും? എലിമിനേഷൻ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ COCH3 എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? COCH3 വന്ന് അവിടെ അറ്റാച്ച് ചെയ്യും. ഇവിടെ വന്ന് എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? OCH3 എന്ന് പറഞ്ഞിട്ടുള്ള OCOCH3 പറഞ്ഞിട്ടുള്ള ഈ കോമ്പൗണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ ഇങ്ങനെയാണ് മെക്കാനിസം പോകുന്നത്. ഒരിക്കലും ഇത് കാണാപ്പാടം പഠിച്ചു വെക്കരുത്. കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ റിയാക്ഷൻ എന്ത് ചെയ്ത് മറന്നുപോകും. ഈ സാലിസിലിക് ആസിഡ് ഫോർമേഷൻ വരെ എന്തുള്ളൂ? കോൾസ് റിയാക്ഷൻ ഉള്ളൂ. പക്ഷേ ഇതിൽ എത്തനോയിക് അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്തുള്ള റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് എഴുതിയത്. ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ കിട്ടുന്ന കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? ആസ്പിരിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഡീപ്രോട്ടനേഷൻ നടന്നു. ഡീപ്രോട്ടനേഷൻ നടന്നിട്ട് എന്തായി? സോഡിയം ഫീനോക്സൈഡ് ആയി. സോഡിയം ഫീനോക്സൈഡ് എന്ത് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് പ്രസൻസ് ഓഫ് വാട്ടർ റിയാക്ഷൻ നടന്നു. നമുക്ക് എന്ത് കിട്ടും? സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കണോ. അതിനുശേഷം എത്തനോയിക് അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിന്റെ കറസ്പോണ്ടിങ് എന്താണ്? ആസ്പിരിൻ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഫോർമേഷൻ നടക്കും. ഈ റിയാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നാലും നമുക്ക് അടുത്ത റിയാക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഡൗട്ട് ഉണ്ടോ? റിയാക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചു തന്നെ ആയിരിക്കും. റിയാക്ഷനിൽ വലിയ ഡൗട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർ കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, അദ്വൈത് കൃഷ്ണൻ. ഓക്കെ, പറഞ്ഞിരിക്കാം. ബാക്കി ആദർശ്, റോബിൻസൺ, ഇമാനുവൽ ജോഷി. താങ്ക് യു. യെസ്, ഓക്കെ ഓക്കെ. ദെൻ വി ഗോ ടു ദ നെക്സ്റ്റ് റിയാക്ഷൻ. നമുക്ക് അടുത്ത റിയാക്ഷനിലേക്ക് പോവാം. ഏത് റിയാക്ഷൻ ആണ്? ഏതാണ്? റൈമാൻ ടൈമാൻ റിയാക്ഷൻ. ഓക്കെ, റൈമാൻ ടൈമാൻ റിയാക്ഷൻ ദ സെയിം റിയാക്ഷൻ ആണ്. എന്താണ്? ഇത് തന്നെയാണ് ബേസിക് മീഡിയത്തിൽ തന്നെയാണ് റിയാക്ഷൻ നടക്കുന്നത്. റിയാക്ഷൻ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവിടെ നോക്കുക, ഡീപ്രോട്ടനേഷൻ നടന്നു, ഹൈഡ്രജൻ പോയി അവിടെ എന്തായി? ONA എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഫോർമേഷൻ നടന്നു. ശരിയല്ലേ? ബാക്കി പിന്നെ ഉള്ളവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ CHCl3 ഞാൻ ഇങ്ങനെ എഴുതുന്നു, CHCl2 ആൻഡ് എന്താണ്? Cl എന്ന് എഴുതുന്നു. എങ്ങനെ എഴുതുന്നത്? CHCl2 ആൻഡ് എന്താണ്? Cl എന്ന് എഴുതുന്നു. അപ്പൊ ഇവിടുത്തെ എന്ത് ചെയ്യണു? ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യണു? Cl കൂടെ എന്ത് ചെയ്യണു? എലിമിനേഷൻ നടക്കുന്നു. ഓക്കെ, ഒരിക്കൽ കൂടെ ഞാൻ അവിടെ എഴുതുകയാണ്, ശ്രദ്ധിക്കുക. ക്ലിയർ ആവാൻ വേണ്ടി ഒരിക്കൽ കൂടെ എഴുതുകയാണ്. ഇവിടുത്തെ എന്ത് ചെയ്തു? ഇത് ഡീപ്രോട്ടനേഷൻ നടന്നു, ONA ആയിട്ട് മാറി. ഇവിടെ എന്താണ്? CH എന്താണ്? Cl2 ആൻഡ് എന്താണ്? Cl എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇല്ല കേട്ടോ, Cl എന്ന് എഴുതുകയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്തു? HCl ആയിട്ട് എലിമിനേഷൻ നടന്നു. നമുക്ക് എന്ത് കിട്ടി? CHCl2 എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടി. ഇവിടെ ONA ഓൾറെഡി ഉണ്ട്. വിത്ത് പ്രസൻസ് ഓഫ് അനദർ NaOH മോളിക്യൂൾ. ഓൾറെഡി ഇവിടെ NaOH ഉണ്ട് സിസ്റ്റത്തിൽ. അനദർ NaOH മോളിക്യൂളിന്റെ പ്രസൻസിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് റിയാക്ഷൻ എഴുതുക. 2 Cl-ഉം Na-യും അതുപോലെ H-ഉം കൂടിയാണ് എലിമിനേഷൻ നടക്കുന്നത്. എന്തായിട്ട്? ഒരു NaCl-ഉം ഒരു HCl-ഉം. ബാക്കി പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഒരു ഓക്സിജനാണ് ഉള്ളത്. ആ ഓക്സിജൻ എന്ത് ചെയ്യണു? ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ എന്തായിട്ട് മാറും? അത് കറസ്പോണ്ടിങ് CHO ആയിട്ട് മാറും. പിന്നെ ഓൾറെഡി നമുക്കറിയാം അവിടെ എന്തുണ്ട്? അക്വസ് NaOH ആണ്. H+ അയോൺസ് ഓൾറെഡി ഉണ്ടാവും. വാട്ടർ മോളിക്യൂൾ അവിടെ ഉണ്ടാവും. ആ H+ന്റെ റിയാക്ഷൻ പ്രസൻസിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണു. എന്തായിട്ട് മാറും? OH ആയിട്ടും CHO ആയിട്ടും മാറും. ഓക്കെ, ഇങ്ങനെയാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. ഇവിടെ നോക്കിയോ, ഇവിടെ എന്താണ്? CHCl3 എന്ന് പറയുന്ന സിസ്റ്റം ഇവിടെ ഉണ്ട്. ശരിയല്ലേ? ഈ CHCl3 പ്രസൻസിൽ എന്താ സംഭവിക്കുന്നത്? എന്താ CHCl3 എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ്സ് ക്ലോറോഫോം, റൈറ്റ്? അപ്പൊ ക്ലോറോഫോമും വിത്ത് പ്രസൻസ് ഓഫ് എന്താണ്? NaOHന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക? ഈ ഹൈഡ്രജൻ Cl ആയിട്ട് എലിമിനേഷൻ നടക്കും. ഈ റിയാക്ഷൻ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇറ്റ് ഈസ് എന്താണ്? ഇത് ഓൾറെഡി ഒരു എന്ത് റിയാക്ഷൻ ആണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഫിനോളിന്റെ ഓർത്തോ പൊസിഷനിൽ ഇത് വന്നത്. ഇവിടുത്തെ Cl പോയ അവിടെ എന്താ ഈ സംഭവം ഉള്ളത്? CHCl2 പോസിറ്റീവ് ആണുള്ളത്. ശരിയല്ലേ? ഇറ്റ്സ് ആൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമുക്ക് സാലിസിലിക് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യണത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്തെടുത്തത്? ഇത് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്ത്. ഇതിന്റെ പാരാ പ്രോഡക്റ്റും ഉണ്ട്. ഓക്കെ, പക്ഷെ പാരാ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതിൽ സെപ്പറേറ്റ് ചെയ്ത് ഓർത്തോ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടുക? സാലിസിലിക് ആൽഡിഹൈഡ് ഫോർമേഷൻ നടക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ റിയാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം.
എസ് എന്ന് ടൈപ്പ് ചെയ്യുക മനസ്സിലായെന്നുണ്ടെങ്കിൽ. ഓഡിബിൾ അല്ലേ? യെസ്. ഓക്കെ ഓക്കെ ഗ്രേറ്റ്. ഇനി ഒരു റിയാക്ഷൻ കൂടിയേ നമുക്ക് നോക്കാനുള്ളൂ. എന്ത് റിയാക്ഷൻ ആണ്? കാർബലമീൻ റിയാക്ഷൻ. ഇനി അടുത്തുള്ളതൊക്കെ പെട്ടെന്ന് തീർന്നു പോവും. കാർബലമീൻ ഏതാണ് റിയാക്ഷൻ ആണ് ഇനി ഉള്ളത് നമുക്ക്. അപ്പൊ ഈ കാർബലമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ, കാർബലമീൻ റിയാക്ഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ച റിയാക്ഷൻ ആണ് കാർബലമീൻ റിയാക്ഷൻ. ദ സെയിം നോക്ക്, ക്ലോറോഫോം എന്താണ് KOH ആണ് റിയാക്ഷൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊസീഡ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെ റിയാക്ഷൻ നടക്കും സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ പോലെ തന്നെയാണ്. ശ്രദ്ധിക്കുക, Cl3 എന്ന് പറയുന്നത് 3K കൂടെ എന്ത് ആയിട്ട് പോവും, 3KCl3 എന്ന് പറഞ്ഞ സിസ്റ്റം ആയിട്ട് എന്ത് ചെയ്യുന്നു, എലിമിനേഷൻ നടക്കുന്നു. ഇവിടുത്തെ ഹൈഡ്രജൻ എന്തായിട്ട് പോവും, H2 ഗ്യാസ് ആയിട്ട് പോവും. ബാക്കി പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഒരു ഹൈഡ്രജനും ഒരു OH കൂടി എന്ത് എലിമിനേഷൻ നടക്കും, HOH വാട്ടർ മോളിക്യൂൾ. ഇങ്ങനെയാണ് നോക്കി. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രോഡക്റ്റ് എന്ത് ചെയ്ത് പോവില്ല, തെറ്റിപ്പോവില്ല. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, CH3 CH2N ഉം പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു കാർബണും ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത് CH3 CH2 NC എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത് ഐസോസൈനൈഡ്. ഈ ഐസോസൈനൈഡിന് ഒരു പ്രിപ്പറേഷൻ നമ്മൾ നോക്കുന്നില്ല. ഈ ഒരു റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്, കാർബലമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബലമീൻ റിയാക്ഷൻ എന്തായാലും എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻ എന്ത് ചെയ്ത് വെക്കുക, നോക്കി വെക്കുക. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇതാ ഒരിക്കൽ കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇങ്ങനെ റിയാക്ഷൻ എഴുതിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുക. KCl എന്ന് പറഞ്ഞിട്ടുള്ള 3KCl ഇവിടെ എന്ത് ചെയ്യണോ, എലിമിനേഷൻ നടക്കണോ. പിന്നെ എന്താ ഉള്ളത്, ഇവിടുത്തെ H ഇവിടുത്തെ എന്താണ് OH കൂടിയിട്ട് എന്താ എലിമിനേഷൻ നടക്കണോ, വാട്ടർ മോളിക്യൂൾ എലിമിനേഷൻ നടക്കുന്നു. ഇവിടെ എന്താണ് ഈ H2 എന്ന് പറഞ്ഞുള്ള സിസ്റ്റം എന്തായിട്ട് പോകണോ, ഹൈഡ്രജൻ എന്തായിട്ട് പോകണോ, ഗ്യാസ് ആയിട്ട് പോകുന്നു. അപ്പൊ ഇവിടുത്തെ നൈട്രജനും ഇവിടുത്തെ കാർബണും കൂടെ ബോണ്ട് ചെയ്തിട്ട് ഐസോസൈനൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം. എന്താ സൈനൈഡ് സിസ്റ്റം എന്ന് പറയുന്നത്, സൈനൈഡ് CN, ഐസോസൈഡ് എന്ന് പറഞ്ഞ NC, ഐസോസൈനൈഡ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ റിയാക്ഷനിൽ, കാർബലമീൻ റിയാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായോ? റെസ്പോൺസ് ഒന്നും കാണുന്നില്ലല്ലോ. ഉച്ച സമയമായതുകൊണ്ട് കുട്ടികൾ ഉറങ്ങുകയാണോ, അതൊക്കെ ഓൺ ചെയ്തിട്ടിട്ട്? ഓക്കെ, ബാക്കി കുറെ വേറെ ആൾക്കാരുടെ ഒന്നും റിപ്ലൈ കാണുന്നില്ല. മാനുവൽ ജോഷിയും അതുപോലെ തന്നെ വർണിക, ഇവരെ മാത്രമാണല്ലോ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, സൂര്യാജിത്ത് സുരേഷ്. ഓക്കെ 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 നമുക്ക് ഇനി നെക്സ്റ്റ് പോകുന്നത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന അടുത്തൊരു റിയാക്ഷനിലേക്കാണ്. നമ്മൾ ഇത് ഈ ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓർഗാനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും എക്സാമിന് വരുന്ന കുറച്ച് റിയാക്ഷനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ആ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, എക്സാമിന് അറ്റൻഡ് ചെയ്യാനും പറ്റും. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണാപ്പാടം പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഒരു റിയാക്ഷൻ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റിലൂടെ മാത്രം പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ അറിയാതെ ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്താണ്, കാനിസാറോ റിയാക്ഷൻ. ഇതിൽ ഞാൻ ഒരു റിയാക്ഷൻ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഏത് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ. പക്ഷേ ആൾഡോൾ കണ്ടൻസേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ആൾഡോൾ ചെയ്യാൻ വളരെ എന്താണ്, എളുപ്പമാണ്. പക്ഷെ മിക്ക എക്സാമിനും ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് 4 പ്രോഡക്റ്റ് വരുന്നത് കൊണ്ട് അത് എക്സാമിന് അങ്ങനെ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അത് പറഞ്ഞ് ചോദിക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആൾഡോൾ കണ്ടൻസേഷൻ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രോസ് ആൾഡോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഈ രണ്ട് ആൾക്കാരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ 2 ക്രൈറ്റീരിയ നമ്മൾ എപ്പോഴും നോക്കണം. ഒന്ന് വന്നിട്ട് ഈ ഡൈല്യൂട്ട് NaOH, രണ്ടാമത് വന്നിട്ട് ഏതാണ്, കോൺസെൻട്രേറ്റഡ് NaOH. എപ്പോഴും ഡൈല്യൂട്ട് NaOH യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതിന് മാത്രമായിരിക്കും, ആൾഡോൾ കണ്ടൻസേഷൻ മാത്രമായിരിക്കും. കോൺസെൻട്രേറ്റഡ് വന്നു കഴിഞ്ഞാൽ, കോൺസെൻട്രേറ്റഡ് ഏതെങ്കിലും ബേസ് ആണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഏത് റിയാക്ഷൻ ആയിരിക്കും, കാനിസാറോ റിയാക്ഷൻ ആയിരിക്കും. കാനിസാറോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്താണെന്നുള്ളത് ഒറ്റ വാക്കിൽ ഇത് അടുത്തതിന് ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ആൽഫ ഹൈഡ്രജൻ അവൈലബിൾ ആയിരിക്കണം. എന്തായിരിക്കണം, ആൽഫ ഹൈഡ്രജൻ അവൈലബിൾ ആയിരിക്കണം. കാനിസാറോ റിയാക്ഷൻ ആണെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവില്ല, നോ ആൽഫ ഹൈഡ്രജൻ. എന്താ സാർ ആൽഫ ഹൈഡ്രജൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫങ്ഷണൽ ഗ്രൂപ്പുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റമാണ് എന്ത് പറയുന്നത്, ആൽഫ കാർബൺ ആറ്റം എന്ന് പറയുന്നത്. ആൽഫ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് റിയാക്ഷൻ നടക്കുള്ളൂ, ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കുള്ളൂ.
ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി അറിയും ഈ CHO എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഡിഹൈഡ് ആണ്, ശരിയല്ലേ? ഇവിടെ എന്തില്ല? വേറൊരു കാർബൺ ആറ്റം ഇല്ല. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ അല്ല. ഫങ്ഷണൽ ഗ്രൂപ്പുമായി അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ ആണ് എന്ത് ഹൈഡ്രജൻ എന്ന് പറയുന്നത്? ആൽഫ ഹൈഡ്രജൻ. അപ്പോ ഇവിടെ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. ആൽഫ ഹൈഡ്രജൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് റിയാക്ഷൻ ആയിരിക്കും, കാനിസാറോ റിയാക്ഷൻ ആയിരിക്കും. അതുകൂടാതെ നമ്മൾ ഒന്നും കൂടെ നോക്കണം, എന്തായിരിക്കണം എന്നുള്ളത്? കോൺസെൻട്രേറ്റഡ് ബേസ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഡൈലൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആൾഡോൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷന്റെ മെക്കാനിസം ആണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു റിയാക്ഷൻ മെക്കാനിസം നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു പോർഷനിൽ ഞാൻ അത് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എഴുതി പോവാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് ബോർഡിൽ നമുക്ക് മാറ്റാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. എപ്പോഴും ഈ റിയാക്ഷൻ എഴുതുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അവർ രണ്ട് എന്താണ്? CH3CHO. ആ രണ്ട് CH3CHO എങ്ങനെ എഴുതുന്നുള്ളതിലാണ് നമ്മൾ റിയാക്ഷൻ മര്യാദയ്ക്ക് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയാം. ഇവിടെ ശ്രദ്ധിക്കുക, അങ്ങനെയാണ് നമ്മൾ എഴുതുക. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് നോർമലായി CH3CHO, നോർമൽ CH3 എന്ന് എഴുതുന്നു, CHO എഴുതുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് CH3C ഡബിൾ ബോണ്ട് OH എഴുതുന്നു, CH3C ഡബിൾ ബോണ്ട് OH എഴുതുന്നു. അടുത്തതിൽ നമ്മൾ എഴുതുന്നത് CH3CHO എന്ന് എഴുതുന്നു. എന്താ സ്ഥലത്ത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? രണ്ടും ഒരേ ആൾക്കാർ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. പക്ഷെ ഞാൻ എന്തെഴുതി? ഇതിനെ കുറച്ചും കൂടെ എന്താണ്, മോളിക്കുലർ ഫോർമുല ബേസ്ഡ് C ഡബിൾ ബോണ്ട് OH എന്ന് എഴുതി. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യണു, CH2H എന്ന് എഴുതണം. ഇങ്ങനെയാണ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് വരില്ല? റിയാക്ഷൻ മെക്കാനിസത്തിൽ തെറ്റ് വരില്ല. ഇനി ഞാൻ അവിടെ പറഞ്ഞു എന്താണ്? NaOH ആണ്. NaOH ആണെന്നുണ്ടെങ്കിൽ എന്ത് നടക്കും? ഡീപ്രോട്ടനേഷൻ നടക്കും പറഞ്ഞു. അപ്പൊ എവിടുത്തെയാണ്? ആൽഫ ഹൈഡ്രജൻ ആണ് പോകുന്നത്. ഇവിടുത്തെ ആൽഫ ഹൈഡ്രജൻ എവിടെ വന്ന് അറ്റാക്ക് ചെയ്യണം? ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യണു. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇതെന്താവും? O നെഗറ്റീവ് ആയിട്ട് മാറും. ഇത് ഓൾറെഡി ഇവിടുന്ന് പോയിരിക്കുകയാണ്. പിന്നെ എന്താ ഉള്ളത്? ഇവിടെ CH2 ഉണ്ട്. അതിന്റെ എന്താണ്? ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്. അത് ഞാൻ എഴുതുകയാണ്, അവിടെ ശ്രദ്ധിക്കുക. CH3 ഇതാ ഇവിടെ നോട്ടാ എഴുതുന്നത് ഞാൻ. 1 2 3 4 ഇങ്ങനെ എഴുതി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓർഡറിൽ എഴുതിയത്. ഇതാ CH3, പിന്നെന്താ ഉള്ളത്? CO നെഗറ്റീവ്. ഇവിടെ O നെഗറ്റീവ് ആയി, ബോണ്ട് മുകളിലേക്ക് പോയി, O നെഗറ്റീവ് ആയി. അവിടെ ഇരിക്കട്ടെ, O നെഗറ്റീവ് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ, ശരിയല്ലേ? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? പിന്നെ ഇവിടെ എന്തുണ്ട്? ഇത് നെഗറ്റീവ് H+ ആയിട്ട് പോയിരിക്കുകയാണ്. ഈ ബോണ്ട് ഇവിടെ എന്താണ്? ഇത് കാർബൺ എന്താണ്? പോസിറ്റീവ് ചാർജഡ് ആണ്, ശരിയല്ലേ? ഇവിടുത്തെ H പോയാൽ ഇവിടെ എന്താവും? ഇവിടെ പോസിറ്റീവ് ചാർജ് ആവും. സോറി, ഇവിടുത്തെ H പോയാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ആവും. CH2 നെഗറ്റീവ്. ഈ നെഗറ്റീവ് ഒന്ന് ഇവിടെ എന്ത് ചെയ്യണോ? അറ്റാച്ച് ചെയ്യണോ? CH2 ആൻഡ് എന്താണ്? CHO. ഇനി നമ്മുടെ ഇവിടുന്ന് എലിമിനേഷൻ ചെയ്ത് ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ അല്ലേ? അത് ഇവിടെ ഒന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും. എന്തായി? CH3CHOH ആൻഡ് എന്താണ്? CH2CHO. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഒരിക്കൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ എഴുതാൻ പറഞ്ഞത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഒന്നും കൂടെ ഞാൻ എഴുതുന്നു, ശ്രദ്ധിക്കുക. എന്താ CH3 ഞാൻ ആദ്യം എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നു? CH3C ഡബിൾ ബോണ്ട് OH എന്ന് എഴുതുന്നു. പിന്നെ എന്തെഴുതുന്നു? പിന്നെ നമ്മൾ എന്തെഴുതുന്നു? CH2H ആൻഡ് എന്താണ്? CHO എന്ന് എഴുതുന്നു. അപ്പൊ ഇവിടുന്നാണ് തുടങ്ങുന്നത്. 1 2 3 4 ഇങ്ങനെയാണ് പോകുന്നത്, ശരിയല്ലേ? ഇതാ ഡീപ്രോട്ടനേഷൻ നടക്കണോ? NaOH ആയിട്ട് ഇവിടെ എന്ത് ചെയ്യണു? ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യണു. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ H+ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താവും? CH2 എന്താവും? നെഗറ്റീവ് ആവും. നെഗറ്റീവ് പോസിറ്റീവ് എന്ത് ചെയ്യുക? അറ്റാച്ച് ചെയ്യിപ്പിക്കുക. ഇവിടെ എഴുതുക CH3 എന്താണ്? CO നെഗറ്റീവ്, O നെഗറ്റീവ്. എന്നിട്ട് പിന്നെ എന്താണ്? ഈ CH2 എന്താവും? ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് കാർബൺ, ശരിയല്ലേ? അപ്പൊ ഇതെന്താവും? ഈ CH2 ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യണു. പിന്നെന്താണ്? ബാക്കി ഇവിടെ എന്താണ്? CHO ആൻഡ് എന്താണ്? ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്? O നെഗറ്റീവ്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അവിടെ ഹൈഡ്രജൻ ഇട്ടു. ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത ഹൈഡ്രജൻ ഇവിടെ എന്തായിട്ട് മാറുന്നു? OH ആയിട്ട് മാറുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായാൽ ഉറപ്പായിട്ടും ഈ വരുന്ന ആൾക്കാരെ നിങ്ങൾ മാറ്റി എടുക്കാൻ പറ്റും. ഇപ്പൊ ആ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇതിന്റെ ഒപ്പം ഒരു CH3CH2 കൂടെ കൂടും. അപ്പൊ അതിൽ 2 പോസിബിലിറ്റി വരും. അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് പോസിബിലിറ്റി മാറ്റിയെടുത്താൽ മതി. ഇവിടെ എടുക്കുന്ന ആളെ C ഡബിൾ ബോണ്ട് OH എന്നും താഴത്തെ എടുക്കുന്ന ആളെ CHO എന്ന് വിടുക. എന്നിട്ട് നേരെ CHO ഉള്ളതിനെ സാധനം മുകളിൽ കയറ്റിയിട്ട് C ഡബിൾ ബോണ്ട് OH എന്ന് എഴുതിയാൽ മതി. അപ്പൊ ക്രോസ് ആൾഡോൾ നിങ്ങൾ ഇന്ന് എഴുതി നോക്കണം ദയവ് ചെയ്ത്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴും റിയാക്ഷൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്തുണ്ട്? കണ്ടൻസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ് ഉണ്ട്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? H2O എലിമിനേറ്റ് ചെയ്യണം. H2 എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ ഹൈഡ്രജനും പിന്നെന്താണ്? സോറി, ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ OH കൂടിയിട്ടാണ് എന്ത് എലിമിനേഷൻ നടക്കുന്നത്? എന്ത് ചെയ്യണു? HOH എലിമിനേഷൻ നടക്കണം. HOH എലിമിനേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട് വരും. അപ്പൊ എന്ത് നമുക്ക് കിട്ടും? CH3
CH ഡബിൾ ബോണ്ട് എന്താണ് CHO എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ എലിമിനേഷൻ നടക്കുന്ന സമയത്ത് സൈറ്റ്സ് ഓഫ് റൂൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോളോ ചെയ്യണം. എന്ത് റൂൾ ഫോളോ ചെയ്യണം? സൈറ്റ്സ് ഓഫ് റൂൾ ഫോളോ ചെയ്യണം. ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ഇങ്ങനെയാണ് റിയാക്ഷൻ മെക്കാനിസം നടക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. മനസ്സിലായതെന്നുണ്ടെങ്കിൽ കാനസാറോ റിയാക്ഷനിലേക്ക് പോവാം. മനസ്സിലായോ? യെസ് എന്ന് ടൈപ്പ് ചെയ്യുക മനസ്സിലായെന്നുണ്ടെങ്കിൽ. മനസ്സിലായിട്ടാണെന്നുണ്ടെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. ഇതേ റിയാക്ഷൻ ഏത് റിയാക്ഷൻ ആണ്? വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ, നോ ആൽഫ ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? കാനിസാറോ റിയാക്ഷൻ ആണ്. ഇനി കാനിസാറോ റിയാക്ഷൻ. അപ്പൊ നോക്കി ഇവിടെ ശ്രദ്ധിച്ചോ, ഇതേ NaOH അല്ലെങ്കിൽ എന്താണ് KOH ആണ്. ഏത് സിസ്റ്റം ആണെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ എന്ത് നടക്കണു? ഫസ്റ്റ് ഒരു ഡീപ്രോട്ടനേഷൻ നടക്കണു. ഡീപ്രോട്ടനേഷൻ പറഞ്ഞ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ ഇരുന്ന് ഹൈഡ്രജൻ ഒരു എലിമിനേഷൻ നടക്കണു. ഹൈഡ്രജൻ എവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നു? ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യണു. ഇത് എന്തായി മാറും? O നെഗറ്റീവ് ആയി മാറി. ഈ ഹൈഡ്രജൻ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. O നെഗറ്റീവ് ആയി മാറി. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് O നെഗറ്റീവ് ആയി മാറുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ഇത് അവിടെ പ്രോഡക്റ്റ് ഞാൻ ഒന്നും കൂടെ അവിടെ റിയാക്ഷൻ എഴുതുന്നു. HC ഡബിൾ ബോണ്ട് O H പ്ലസ് എന്താണ് HC ഡബിൾ ബോണ്ട് O ആൻഡ് എന്താണ് H. ഡീപ്രോട്ടനേഷൻ നടന്നു. ഇത് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ എന്തായി? O നെഗറ്റീവ് ആയി. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇത് അവിടെ എഴുതുന്നു. CH ഒരു H ഇത് അവിടെ ഉണ്ട്. പിന്നെന്തുണ്ട്? ഇതെന്തുണ്ട്? ഈ H ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വന്ന H ഒന്നായി. പിന്നെന്താണ്? OH ഇവിടെ ഓൾറെഡി എന്താണ്? കോൺസെൻട്രേറ്റഡ് KOH പറഞ്ഞ അക്വ സൊല്യൂഷൻ ആണ്. H+ അയോൺസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ എന്തായിട്ട് മാറി? OH ആയിട്ട് മാറി. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? HC ഡബിൾ ബോണ്ടോ ആണ്. പ്ലസ് എന്താണ്? CH ഡബിൾ ബോണ്ട് O. ഇതെന്താണ്? വാലൻസ് സാറ്റിസ്ഫൈഡ് അല്ല. ഇവിടുത്തെ ബോണ്ട് എന്ത് ചെയ്യണോ? ബ്രേക്ക് ചെയ്യണോ? ഈ ഹൈഡ്രജൻ ആണ് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ ബാക്കി എന്താ ഉള്ളത്? OK എന്ന് പറഞ്ഞുള്ള സിസ്റ്റം. എന്താണ്? പൊട്ടാസ്യത്തിന്റെ കറസ്പോണ്ടിങ് ഓക്സൈഡ്. ഇതേ സിസ്റ്റമാണ് മെക്കാനിസമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഡീപ്രോട്ടനേഷൻ വന്ന് ഹൈഡ്രജൻ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. ആ ഹൈഡ്രജൻ ഇവിടെ അറ്റാച്ച് ചെയ്തു. ഇവിടെ എന്തായി മാറി? O നെഗറ്റീവ് ആയി മാറി. ഇത് എന്ത് ചെയ്യണു? KOHലെ ഹൈഡ്രജൻ ഇവിടെ വന്നു. അതുപോലെ ഈ OK എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എന്ത് ചെയ്തു? ഫിനോക്സൈഡ് അറ്റാച്ച് ചെയ്യുന്നു. ഇതാണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്? കാനിസാറോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പിള്ളേരെ, എന്ത് ബോണ്ടിങ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഏത് ബോണ്ടിങ് ആണ്? ഇമാനുവൽ ജോഷി, ഏത് ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഇതിലത്തെ ഈ റിയാക്ഷൻ, ഈ കാനിസാറോ റിയാക്ഷനിലുള്ള ബോണ്ടിങ് ആണോ? ഇതൊരിക്കൽ കൂടെ പറയണം എന്നാണോ പറയണത്? ഓക്കെ, ഇതൊരിക്കൽ കൂടെ പറയാം. ശ്രദ്ധിക്കുക, ഇതവിടെ നോക്കിയത് അവിടെ ഒരിക്കൽ കൂടെ ഞാൻ പറയണു. H എന്താണ്? ഒരു കൂടെ റിയാക്ഷൻ എന്താ പറയുകയാണ് അവിടെ ശ്രദ്ധിച്ചോ. ഇതിൽ തന്നെ ഞാൻ എഴുതി കാണിക്കുകയാണ്. അപ്പൊ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. ഞാൻ വേറെ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഹൈഡ്രജൻ എന്ത് ചെയ്തു? വിത്ത് പ്രസൻസ് ഓഫ് എന്താണ് ബേസിക്ക് എന്ത് സംഭവിച്ചു? ബേസിന് ഇവിടെ എന്താണ്? ഡീപ്രോട്ടനേഷൻ നടന്നു. ഈ ഡീപ്രോട്ടനേഷൻ നടക്കുന്ന സമയത്ത് ഈ കാർബണേറ്റ് അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യണത് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യണു. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? O നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ശരിയല്ലേ? അപ്പൊ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്ന ഫോർമേഷൻ നടക്കുമ്പോൾ ഇതിന് മുമ്പുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുക. ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് HC ഡബിൾ ബോണ്ട് O അതുപോലെ തന്നെ എന്താണ്? പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിട്ട് നിൽക്കുന്നുണ്ടാവും? CH ഈ ഹൈഡ്രജൻ ഇവിടെ വന്ന് അറ്റാച്ച് ആയില്ലേ? ഇവിടെ എന്താണ്? O നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? KOH ബോണ്ട് ബ്രേക്ക് ചെയ്യണു. എന്തായി? H+ ആൻഡ് എന്താണ്? OK-. അപ്പൊ നേരെ എന്താണ്? H+ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യണു. അതുപോലെ തന്നെ എന്താണ്? ഇവിടെ പോസിറ്റീവ് ആണ്. OK- ഇവിടെ എന്ത് ചെയ്യണു? OK ആയിട്ട് വന്ന് അറ്റാച്ച് ചെയ്യണം. ഇതാണ് ഈ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ റിയാക്ഷൻ ഞാൻ ഇവിടെ വേറെ റിയാക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഇതിലും എന്തില്ല? ആൽഫ എന്തില്ല? ഹൈഡ്രജൻ ഇല്ല. ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ആൽഫ ഹൈഡ്രജൻ ഇല്ല. കാരണം എന്താണ് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത്? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജനെ ഇല്ല. അപ്പൊ അതും ഏതാണ്? ബെൻസാൽഡിഹൈഡും എന്താണ്? എന്ത് റിയാക്ഷൻ നടത്തും? കാനിസാറോ റിയാക്ഷൻ നടത്തും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. കാരണം എനിക്കും ഒരുപാട് ഇത് ഇങ്ങനെ നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് കൺഫ്യൂസ്ഡ് ആക്കാൻ താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഏറ്റവും എളുപ്പ വഴിയിൽ ഇത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നുള്ളത് പറഞ്ഞു തരുന്നത്. ഓക്കെ, മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോവാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ S എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ S എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ,
അവിടെ എസ് എന്നൊന്നും കാണുന്നില്ലല്ലോ. ആ എസ്, ഓക്കെ ഓക്കെ. അതിബ പ്രദീപ്, ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മൂന്നേ മൂന്ന് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻസ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഞാൻ വെറുതെ ജസ്റ്റ് ഇതിന്റെ മെക്കാനിസം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ ചേർക്കേണ്ട കുറച്ച് വാക്കുകളും പറഞ്ഞുതരാം. നോർമൽ ആയിട്ടുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി മറ്റുള്ള ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച് എഴുതുന്നതിനെക്കാട്ടും നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ ഒരു എക്സാം നമ്മൾ എന്ത് ചെയ്യാൻ എഴുതാൻ. അല്ലാതെ നമ്മൾ എല്ലാം നോർമലി നമ്മൾ ഈ ടെസ്റ്റിലുള്ള വാക്കുകൾ മാത്രമായിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാർക്ക് വീഴില്ല. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കിയോ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ മെത്തനോൾ, എത്തനോൾ എന്താണ്, ഫീനോൾ ആണ്. മൂന്നെണ്ണം ഉണ്ട്. മെത്തനോളിന്റെ പ്രിപ്പറേഷൻ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മെക്കാനിസം ഒന്നുമില്ല. ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, സി ഡബിൾ ബോണ്ട് ഓ ആണ്, 2 ഹൈഡ്രജൻ എന്താ 1 2, ഓൾറെഡി ഇവിടെ എത്ര ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്. ഇത് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യണോ, ഇത് എന്തായിട്ട് മാറണോ, സി എച്ച് 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 CH3 എന്താണ് OH. ഇവിടെ 4 ഹൈഡ്രജൻ എന്താ 4 എണ്ണം വന്ന് അറ്റാച്ച് ചെയ്തു. ഇതാണ് എന്തെന്ന് പറയണത്, എന്താണ് മെത്തനോൾ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. രണ്ടാമത്തത് ഞാൻ ചോദിക്കുന്നത് ഏതിന്റെയാണ്, എത്തനോളിന്റെ പ്രിപ്പറേഷൻ ആണ്. എത്തനോളിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ നോക്ക്, ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് സൂക്രോസ് വിച്ച് വിൽ ബി റിയാക്ടിംഗ് വിത്ത് എന്താണ് H2O വിൽ ഗെറ്റ് എന്താണ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഇവിടെ നിങ്ങൾ ഈ റിയാക്ഷൻ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണോ, ആ ഗ്ലൂക്കോസ് ഓർ ഫ്രക്ടോസിനെ എന്ത് ചെയ്യണോ, ഫെർമെന്റേഷൻ നടത്തുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, എഥനോൾ കിട്ടുന്നു. ഇതിലൊന്നും റിയാക്ഷൻ ഒന്നും പ്രശ്നമില്ല. ഇവിടെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടെ എഴുതാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് എഴുതാം, സൂക്രോസ് വിച്ച് വിൽ ബി റിയാക്ടിംഗ് വിത്ത് H2O there will be a breaking of glycosidic linkage will get എന്താണ് ഗ്ലൂക്കോസ് ആൻഡ് എന്താണ് ഫ്രക്ടോസ്. ആ നോക്ക് വാക്ക് നമ്മൾ ബയോമോളിക്യൂൾസ് എടുത്തു, ആ വാക്ക് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നുള്ള വാക്ക്. സൂക്രോസിന്റെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നത്. ബയോമോളിക്യൂൾസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രമേ അത് എഴുതാൻ പാടില്ല ഒന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഈ എത്തനോൾ പ്രിപ്പറേഷനിൽ എന്ത് എഴുതി വെക്കുകയാണ്, ഈ ഒരു റിയാക്ഷനിൽ ഈ ഒരു വേർഡും കൂടി എഴുതി വെക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിന് എന്ത് കിട്ടും, ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ സാറിന് ചോദിച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ ക്യാപ്സ്യൂൾ ബേസ്ഡ് ആയിട്ട് ആൻസർ എഴുതാതെ, എന്തായാലും നമുക്ക് ആൻസർ കറക്റ്റ് ആയിരിക്കണം. ഇതിപ്പോ നിങ്ങൾ ചോദിച്ചു, ഈ പ്രിപ്പറേഷൻ എഴുതി, ഓക്കെ അതൊക്കെ ശരി. പക്ഷെ അത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വാക്കും കൂടെ അവിടെ ചേർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് അവിടെ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് വീഴും. എപ്പോഴും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ അവിടെ എഴുതി കഴിഞ്ഞാൽ മിക്ക ടീച്ചർമാരും എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ 1/2 മാർക്കോ അല്ലെങ്കിൽ ഒരു 3/4 മാർക്കോ എന്തെങ്കിലും എന്ത് ചെയ്യാൻ നോക്കും, പിടിക്കാൻ നോക്കുമായിരുന്നു. അപ്പൊ അത് കാരണം നിങ്ങൾ ഈ ഒരു വാക്കും കൂടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിന്റെ ഫുൾ മാർക്ക് കിട്ടും. ഇതുപോലെ തന്നെ ഉള്ള റിയാക്ഷൻ ആണ് എന്തിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഫീനോളിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ. ഒരുപാട് പ്രാവശ്യം ഇത് എന്ത് ചോദിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ ഓക്സിജൻ ആണ് ആഡ് ചെയ്യുന്നത്. അവിടെ ഓക്സിജൻ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു പെറോക്സൈഡ് ലിങ്കേജ് ഫോർമേഷൻ നടക്കും. ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. എന്തായിട്ട് മാറും, COOH. സാർ അത് COOH എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് OH അല്ലേ? അല്ല, C ഡബിൾ ബോണ്ട് OH പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആണ്. ഇവിടെ ഫോർമേഷൻ നടക്കുന്ന എന്താണ്, പെറോക്സൈഡുകളാണ്. ഇവിടെ ഓക്സിജൻ ലിങ്ക് ഇല്ല, ഇവിടെ ഓക്സിജൻ ലിങ്ക് ഉണ്ട്. അപ്പൊ ഈ റിയാക്ഷനെ H+ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, H+ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ CH3 CO എന്ത് ചെയ്യും, എലിമിനേഷൻ നടക്കും. ഇവിടെ എന്ത് നമുക്ക് ഫോർമേഷൻ നടക്കും, OH എന്ന് പറഞ്ഞിട്ട് ഉള്ള കോമ്പൗണ്ട് എന്ത് ചെയ്യും, ഫോർമേഷൻ നടക്കും. അപ്പൊ CH3 COCH3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീറ്റോണും അതിന്റെ കറസ്പോണ്ടിങ് എന്തും കിട്ടും. അവിടെ ഓൾറെഡി എന്തുണ്ട്, OH ഉണ്ട്. അത് വന്ന് ഇവിടെ എന്ത് ചെയ്യണോ, അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കണം. എന്താണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എന്ത് എന്ന് പറയുന്നത്, ഫീനോൾ എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഈ റിയാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എലിമിനേഷൻ നടക്കുന്നത്. CH3 CO എന്താണ്, CH3 എലിമിനേഷൻ നടന്നു. ഈ OH എന്ത് ചെയ്യണോ, ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഈ H ആണ് കേട്ടോ. റിയാക്ഷൻ ഒരു കൂടെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കൂടെ പറയാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് പോവാം. മനസ്സിലായോ? എസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്ന ആരുടെയും റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ ശരി. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത് അടുത്ത വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് 2 റിയാക്ഷൻ. നിങ്ങൾ ഇത് ചെയ്യേണ്ട, കുറച്ച് ആകെ ഒരു 3-4 സ്ലൈഡും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓർഗാനിക് ഇത് കഴിഞ്ഞു. അതോടുകൂടി നിങ്ങൾക്ക് ഓർഗാനിക് കുറച്ചും കൂടെ ഫീസിബിൾ ആയി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ട് മാറും. അതുപോലെ ഈ നോട്ട്സുകൾ ഞാൻ എന്ത് ചെയ്തുതരാം, നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് എറ്റാഡ് റിയാക്ഷൻ. എന്തിന്റെ പ്രിപ്പറേഷൻ ആണ്?
എറ്റാഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിന്റെ പ്രിപ്പറേഷൻ ആണ്? ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ ആണ് എറ്റാഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് ചോദിച്ചാൽ ഇത് പോയ നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിന് ചോദിച്ച റിയാക്ഷൻ ആണ്. അവിടെ ഒരിക്കലും എന്ത് ചോദിച്ചില്ല, എറ്റാഡ് റിയാക്ഷൻ എന്താണെന്നല്ല ചോദിച്ചത്. ഇങ്ങനെ ഒരു സിസ്റ്റം തന്നിട്ട് CrO2Cl2 എന്ന് പറഞ്ഞ സിസ്റ്റം, CrO2Cl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡബിൾ ബോണ്ടോ Cl ആൻഡ് എന്താണ് Cl, CrO2Cl2. ഈ സിസ്റ്റത്തിന്റെ ഒപ്പം CS2 ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രോഡക്റ്റ് കിട്ടുക എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കേണ്ടതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഇത് 2 പ്രാവശ്യമാണ് ഇതിൽ വന്ന അറ്റാച്ച്മെന്റ് നടത്തുന്നത്. അപ്പൊ ഇവിടെ നോക്കിയോ, ഈ ഞാൻ എഴുതുന്നു ഈ റിയാക്ഷൻ ഒരിക്കൽ കൂടെ എഴുതുന്നു. മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇതെന്ത് ചെയ്യുക, പഠിക്കുക, കൺഫ്യൂസ്ഡ് ആവരുത്, ശ്രദ്ധിക്കുക. ഇതാ ഒരു CH3 ഞാൻ എഴുതുന്നു, CH3 എഴുതുന്നില്ല, 2 പ്രാവശ്യം അറ്റാച്ച്മെന്റിനെ ഞാൻ ഒറ്റ പ്രാവശ്യത്തിലാക്കുകയാണ്. CH ഇങ്ങനെ എഴുതുന്നു, കുഴപ്പമില്ലല്ലോ, CH3 തന്നെയല്ലേ. പ്ലസ് എന്താണ് Cr ഡബിൾ ബോണ്ട് O Cl ആൻഡ് എന്താണ് Cl. ഇവിടെ എന്താ സംഭവിക്കുന്നത് സാർ ചോദിച്ചത്? ഇത് അത്രയേ ഉള്ളൂ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഈ ബോണ്ട് എങ്ങനെയാണ് ബോണ്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഹൈഡ്രജൻ വന്ന് എന്ത് ചെയ്യണു, ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്താവും, ഓക്സിജൻ എന്താവും, നെഗറ്റീവ് ചാർജ് ആയി മാറുന്നു. അപ്പൊ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ശ്രദ്ധിക്കുക, ബെൻസീൻ, അത് കഴിഞ്ഞത് അവിടെ എന്തുണ്ട്, CH ഉണ്ട്. CHന്റെ ഒപ്പം ഈ O നെഗറ്റീവ് ഒരു ഓക്സിജൻ ബോണ്ട് ചെയ്തു. പിന്നെന്താ ഉള്ളത്, ഒരു ക്രോമിയം ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഓക്സിജൻ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു, ഇവിടെ ഒരു ക്രോമിയം ഉണ്ട്. ഇതെന്തായിട്ട് മാറി, OH ആയിട്ട് മാറി. ഓക്കെ, OH ആയിട്ട് മാറി. ഇവിടെ എന്തുണ്ട്, ഓൾറെഡി എന്തുണ്ട്, ഒരു Cl ഉണ്ട്, പിന്നെ വേറെ എന്തുണ്ട്, ഒരു Cl കൂടി ഉണ്ട്. ഇങ്ങനെ 2 സിസ്റ്റങ്ങളാണ് വന്ന് അറ്റാച്ച് ആവുന്നത്. എന്തായിട്ട് അറ്റാച്ച് ആവുന്നത്, 2 ഇതുപോലത്തെ സിസ്റ്റങ്ങളാണ് എന്ത് ചെയ്യണത്, വന്ന് അറ്റാച്ച് ആവണം. ഒന്നും ഒരു OH വരുന്ന സിസ്റ്റം. ഇനി ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടി ഉണ്ട്, ശരിയല്ലേ? ഇവിടെ ഒരു ഹൈഡ്രജനിൽ അറ്റാച്ച് ആയിട്ടുള്ളൂ, ഇനി ഒരു ഹൈഡ്രജൻ കൂടി അറ്റാച്ച് ആവുന്ന 2ാമത്തെ സിസ്റ്റം. അങ്ങനെ 2 സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, ഫോർമേഷൻ നടക്കുന്നത്. റിയാക്ഷൻ S3 പോസിറ്റീവ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ബോണ്ട് എന്ത് ചെയ്ത് പോണു, ബ്രേക്ക് ചെയ്ത് പോണു. നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടണു, CHO കിട്ടുന്നു. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഈ റിയാക്ഷൻ പഠിക്കുകയും ചെയ്യേണ്ടത്. ഇത് നമ്മൾ വെറുതെ എങ്ങനെ ഒരു CrO2Cl2 CS2 റിയാക്ഷൻ നടക്കുന്നു നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഞാൻ പറയണു, ഓരോ ഹൈഡ്രജന് ഓരോ യൂണിറ്റ് ആണ് വന്ന് അറ്റാച്ച് ആവുക. ഇവിടെ ഞാൻ ഒരു ഹൈഡ്രജന്റെ യൂണിറ്റ് ആണ് എഴുതിയിട്ടുള്ളത്, Cr എന്താണ് OH ആൻഡ് എന്താണ് Cl എന്ന് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ ഇനി ഒരു സിസ്റ്റം യൂണിറ്റും കൂടി ഉണ്ട്, CrOH ആൻഡ് Cl എന്തെന്ന് പറയുന്നത്, വേറൊരു ഹൈഡ്രജൻ കൂടെ അറ്റാച്ച് ചെയ്യുന്ന സിസ്റ്റം. ഇനി എറ്റാഡ് റിയാക്ഷൻ നിങ്ങൾ മറക്കുമോ? ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഫസ്റ്റ് ഈ എറ്റാഡ് റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? ഇതിന്റെ മെക്കാനിസം മനസ്സിലായോ? മനസ്സിലായി എന്നുണ്ടെങ്കിൽ S എന്ന് ടൈപ്പ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു കൂടെ പറഞ്ഞുതരാൻ തയ്യാറാണ്. പക്ഷെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ശരിക്കും അതിന്റെ എന്തെന്ന് പറയുന്നത്, മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു വാക്ക് കൂടെ നിങ്ങൾ അവിടെ എഴുതിയിടേണ്ട കാര്യമുണ്ട്. ഇറ്റ് ഈസ് എ പെരിസൈക്ലിക് റിയാക്ഷൻ. എന്താ സാർ പെരിസൈക്ലിക് റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ റീ അറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത്. നമുക്കതൊന്നും പഠിക്കാനില്ല, പക്ഷെ നമ്മുടെ ഒരു വാക്ക് അവിടെ എഴുതിയിട്ടാണ്. നമ്മൾ എന്ത് എഴുതിയിട്ടാണ്, ഇറ്റ് ഈസ് എ പെരിസൈക്ലിക് റിയാക്ഷൻ 2,3 സിഗ്മാട്രോപിക് റീ അറേഞ്ച്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷെ എന്താണ് അവിടെ നമ്മൾ എഴുതിയിടാണ്, എറ്റാഡ് റിയാക്ഷൻ എഴുതിയതിനു ശേഷം ഇറ്റ് ഈസ് എ പെരിസൈക്ലിക് റിയാക്ഷൻ എഴുതിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ മാർക്ക് ഉറപ്പായിട്ട് ഒരു കെമിസ്ട്രി ടീച്ചർ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് നല്ല റിയാക്ഷന്റെ എന്തുണ്ട് എന്നുള്ളത്, അറിവുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, എറ്റാഡ് റിയാക്ഷൻ. എറ്റാഡ് റിയാക്ഷൻ മനസ്സിലായെന്നുണ്ടെങ്കിൽ S എന്ന് ടൈപ്പ് ചെയ്യാം. എറ്റാഡ് റിയാക്ഷൻ മനസ്സിലായെന്നുണ്ടെങ്കിൽ S എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു ഒരു ഹൈഡ്രജൻ ഉള്ളതാണ് ഇവിടെ അറ്റാച്ച് ആവുന്നത്. വീണ്ടും ഒരു ഹൈഡ്രജൻ, ഈ ഒരു സ്റ്റെപ്പ് എഴുതാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ട്വൈസ് ഇട്ടത്. ഇനി നിങ്ങൾക്ക് അത് ഡൗട്ട് വരരുത്, എങ്ങനെ ഈ ഇന്റർമീഡിയറ്റ് ക്രോമിയം കോംപ്ലക്സ് ഫോർമേഷൻ നടന്നു എന്നുള്ളത്. ഓക്കെ, ഇനിയുള്ളത് എന്താണ്, ഗ്യാറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. ഗ്യാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ഒന്നും വേണ്ട. എങ്ങനെ റിയാക്ഷൻ എന്താ, ബെൻസീൻ എടുത്തു, ബെൻസീനൊപ്പം എന്താണ് COHCl-ഉം നമ്മുടെ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ യൂസ് ചെയ്യുന്ന റിയേജന്റ്, പിന്നെ എന്താണ് CuCl എന്ന് പറഞ്ഞാൽ എന്താണ് സാൻ മേയസിന് യൂസ് ചെയ്യുന്ന റിയേജന്റ്. ഇതെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് എത്ര ഫോർമേഷൻ നടക്കുന്നു ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ H, ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഓൾറെഡി ഇതാ എന്തുണ്ട്, Cl ഉണ്ട്, HCl എന്ത് ചെയ്യണു, എലിമിനേഷൻ നടക്കണു. ഇവിടെ എന്താ ബാക്കിയുള്ളത്, COH എന്ന് പറഞ്ഞ സാധനം എന്താണ്, CHO ഫോർമേഷൻ നടക്കണു. ഇത് ശരിക്കും 4 സ്റ്റെപ്പ് മെക്കാനിസം റിയാക്ഷൻ ആണ്. പക്ഷെ നമുക്ക് പഠിക്കുന്ന സമയത്ത് എന്ത് വേണ്ട, മെക്കാനിസത്തിന്റെ ആവശ്യമില്ല, അതുപോലെ ഈ സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട എങ്ങനെയാണ്, ഇവിടെ HCl എലിമിനേഷൻ നടക്കണു, പിന്നെന്താണ് COH അല്ലെങ്കിൽ എന്താണ് CHO എന്ന് പറഞ്ഞിട്ടുള്ള ആൽഡിഹൈഡ് സിസ്റ്റം ഫോർമേഷൻ നടക്കും.
ഇതിൽ ഡൗട്ട് വരാനില്ല. പക്ഷേ ഈ കോമ്പൗണ്ടുകളെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത് ഗ്യാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഒറ്റ സ്ലൈഡിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് രണ്ട് റിയാക്ഷൻ ആണ്. വൂൾഫ് കിഷ്ണർ റിയാക്ഷൻ ആൻഡ് എന്താണ്, എന്ത് റിയാക്ഷൻ, HVZ റിയാക്ഷൻ. വൂൾഫ് കിഷ്ണർ ആൻഡ് എന്താണ്, HVZ റിയാക്ഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഇതെന്താണ് കോമ്പൗണ്ട്, ഇറ്റ് ഈസ് ഹൈഡ്രസീൻ. ഞാൻ ഇവിടെ എഴുതുകയാണ് റിയാക്ഷൻ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി അവിടെ എഴുതുകയാണ്. CH3C ഡബിൾ ബോണ്ട് O ആൻഡ് എന്താണ് CH3 വിച്ച് വിൽ ബി റിയാക്ടിങ് വിത്ത് എന്താണ് NH2 ഡബിൾ ബോണ്ട് NH2. ഇതാണ് എന്തെന്ന് പറയുന്നത് ഹൈഡ്രസീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ H2ഉം ഇവിടുത്തെ Oയും കൂടി എന്ത് എലിമിനേഷൻ നടക്കണോ, H2O എലിമിനേഷൻ നടക്കണം. ഇത് അവിടെ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് ഇതാ. ഇവിടുത്തെ H2ഉം ഇവിടുത്തെ ഓക്സിജനും കൂടെ എലിമിനേഷൻ നടക്കണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, CH3 ആൻഡ് എന്താണ് C ഡബിൾ ബോണ്ട് O NH2. ഇതാ നോക്കിയോ, CH3 ഇവിടെ ആറാണ് കൊടുത്തിട്ടുള്ളത്. CH3 C ഡബിൾ ബോണ്ട് O NH2 H2O എന്ത് ചെയ്തു, എലിമിനേഷൻ നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് CH3 ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ് C ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്, ശരിയല്ലേ? ഇതവിടെ ഡബിൾ ബോണ്ട് ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഡബിൾ ബോണ്ട് N എന്താണ് ആൻഡ് എന്താണ് NH2. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റത്തില് ഇവിടെ ഞാൻ ഡബിൾ ബോണ്ട് ഇട്ടു, ഇത് സിംഗിൾ ബോണ്ട് സിസ്റ്റം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടി, NH2 നമുക്ക് എന്ത് ചെയ്തു, കോമ്പൗണ്ട് ഫോർമേഷൻ നടന്നു. ഇത് ഹൈഡ്രസീന്റെ അതിന്റെ കറസ്പോണ്ടിങ് കോംപ്ലക്സ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണോ എത്തിലീൻ ഗ്ലൈക്കോൾ ബേസ് ഹീറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ റിയാക്ഷൻ നടക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഈ N2 എന്ത് ചെയ്യണോ, എലിമിനേഷൻ നടക്കണോ. എന്ത് എലിമിനേഷൻ നടക്കണോ, N2 എന്ത് ചെയ്യണോ, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. രണ്ട് സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്, ഞാൻ ഒറ്റയ്ക്ക് പറയുകയാണ്. ഈ N2 ഇവിടുന്ന് എന്ത് ചെയ്യണോ, എലിമിനേഷൻ നടക്കണോ. ഇവിടുത്തെ രണ്ട് ബോണ്ട് ഉണ്ട്, ഈ ബോണ്ടിൽ എന്ത് ചെയ്യണോ, രണ്ട് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യണോ. നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടും, ഹൈഡ്രോ കാർബൺ ഫോർമേഷൻ നടക്കണം. ഒരിക്കൽ പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചോ. ഇവിടെ C ഡബിൾ ബോണ്ടോ NH2 സിംഗിൾ ബോണ്ട് NH2, ഇവിടുത്തെ ഓക്സിജനും H2ഉം കൂടി എന്ത് പോയി H2 എലിമിനേഷൻ നടന്നു. ബാക്കി ഇവിടെ എന്താണ് N ഡബിൾ ബോണ്ട് NH2 ഫോർമേഷൻ നടന്നു. കറസ്പോണ്ടിങ് ഹൈഡ്രസീന്റെ കോമ്പൗണ്ട് ഹൈഡ്രസോൺ എന്ന് വിളിക്കും. അതുമായിട്ട് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ എന്ത് എലിമിനേഷൻ നടന്നു, N2 ഗ്യാസ് എലിമിനേഷൻ നടന്നു. ബാക്കി രണ്ട് ഹൈഡ്രജനെ ഇവിടെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യിപ്പിച്ചു. ഇതാണ് എന്ത് ആൽക്കെയിൻ സിസ്റ്റം ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. എന്താണ് റിയാക്ഷന്റെ പേര്, വൂൾഫ് കിഷ്ണർ റിയാക്ഷൻ ആണ് ഈ റിയാക്ഷന്റെ പേര്. ഓക്കെ, ഈ റിയാക്ഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പീഡിൽ പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് മോഡൽ എക്സാം ഇതൊക്കെ വരാൻ പോവാണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനും ഇതിനൊക്കെ എളുപ്പം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ട് നാളെ ഒരു സെഷൻ വെക്കാൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഡൗട്ട് ചോദിക്കാം, നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിലുള്ള ഡൗട്ട് ചോദിക്കാം, ഏത് ഡൗട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ഈ റിയാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഡൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത റിയാക്ഷനിലേക്ക് പോകുന്നു. ഇതിൽ ഞാൻ പറയുന്ന ചില വേർഡുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ റിയാക്ഷന്റെ പെരിസൈക്ലിക് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരു വേർഡ് പറയും ഞാൻ. ആ വേർഡുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യേണ്ടി വരും. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, മനസ്സിലായെന്നുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ ഓക്കെ. ഒരാൾ മാത്രമേ അവിടുന്ന് SS വരുന്നുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഓക്കെ. അടുത്ത റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ എന്ന് പറയുന്നത്. HVZ റിയാക്ഷൻ ഹെൽ-വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ. ഈ HVZ റിയാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണോ സിസ്റ്റം, ക്ലോറിൻ Cl2 ആവാം, Br2 ആവാം. ഇതാണ് മെജോറിറ്റി എന്ത് ചെയ്യുക, റിയാക്ഷൻ നടത്തുക. ഏതിലാണ് റിയാക്ഷൻ നടത്തുന്നത്, കാർബോക്സിലിക് ആസിഡ് ആണ് റിയാക്ഷൻ നടത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൾഡോൾ കണ്ടൻസേഷനിൽ പറഞ്ഞ പോലെ ഇതിലും എന്ത് വേണം, ഒരു ആൽഫ ഹൈഡ്രജൻ വേണം. നമ്മൾ പറഞ്ഞു ഫംഗ്ഷണൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം, അതിന്റെ എന്താണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ ആണ് എന്തെന്ന് പറയുന്നത്, ആൽഫ ഹൈഡ്രജൻ പറയാം. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ റിയാക്ഷൻ നടക്കുള്ളൂ. ദ റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതുന്നു. Cl2 എന്ന് പറഞ്ഞ സിസ്റ്റം, Cl സിംഗിൾ ബോണ്ട് Cl ആണ് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്താണ് HCl എലിമിനേഷൻ നടക്കും. ഇവിടെ ബാക്കിയുള്ള ഒരു Cl അതാണ് ഇവിടെ എന്ത് ചെയ്യണത്, അറ്റാച്ച്മെന്റ് നടത്തുന്നത്. ഈ സിസ്റ്റങ്ങളുടെ പേരാണ് ആൽഫ ഹാലോ ആസിഡ് എന്ന് വിളിക്കുക. എന്താണ്, ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. അപ്പൊ HVZ റിയാക്ഷൻ എന്താന്ന് ചോദിച്ചാൽ HVZ റിയാക്ഷൻ എന്താണ്, ദ സിന്തസിസ് ഓഫ് ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. അതാണ് വേർഡ്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു വേർഡാണ്. എന്താണ് ആൽഫ ഹാലോ? എന്താണ് ആൽഫയിൽ നോക്കുക, ആൽഫ കാർബണിൽ എന്തുണ്ട്? ഹാലജൻ ഉണ്ട്. അതാണ് ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റങ്ങളാണ് എന്തെന്ന് പറയുന്നത്? HBZ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ ഡൗട്ട് വരാൻ വല്ലതും ഉണ്ടോ? നിങ്ങൾ ഡൗട്ട് ഉണ്ടോ അതില്? ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. നിങ്ങൾ ഒപ്പം തന്നെ ഇത് അവിടെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക. മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് ടൈപ്പ് ചെയ്യുക. എവിടെ? ഓക്കെ, സുരേഷ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് HBZ കഴിഞ്ഞു. ഇനി അതാണ് ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോണത്. ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ. അതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കുന്നു നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് നാളെ എന്താണ് ക്ലാസ്, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നൊന്ന് പറയാമോ? ഏതൊക്കെ ടോപ്പിക്കാന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? നോർമലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്ത് പോവാം? നമുക്ക് നോർമലുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഏതാണ് ഇപ്പോൾ സൊല്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഇങ്ങനെ പോവാം. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ചില ടോപ്പിക്കുകൾ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്ലീസ് അതൊന്ന് ചാറ്റിൽ എന്ത് ചെയ്യുക? ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് ബുദ്ധിമുട്ട് എന്ന്, ഏതാ ടോപ്പിക്ക് ബുദ്ധിമുട്ട് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പറയാൻ പറ്റും. നാളത്തെ ക്ലാസ് ഓക്കെ, നിങ്ങളത് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, നമ്മൾ എന്തായാലും ഇനി ഇതിലേക്ക് കടക്കുകയാണ്. ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷനിലേക്കും ഹോഫ്മാൻ ബ്രോമൈഡും അത് കഴിഞ്ഞിട്ട് റിഡക്ഷൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം? നിർത്താം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് ഇത് ചെയ്യാം. ബാക്കിയുള്ള നമുക്കുള്ളത് ആകെ ഒരു 15 to 20 മിനിറ്റ്സ് മാത്രമാണ് നമുക്ക് എന്നുള്ളത്. ബാക്കിയുള്ളത് നാളെ നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഏതാണോ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇനി അടുത്തത് ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ. എന്താണ് ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ഓൾസോ എന്താണ് അമീനിലുള്ള സിന്തസൈസിനുള്ള റിയാക്ഷൻസ് ആണ്. ഇതും വളരെ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാവുന്ന റിയാക്ഷൻ ആണ്. ഇതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുക? താലിമൈഡ് എന്ന് വിളിക്കുക. എന്താ അമൈഡും ഇമൈഡും തമ്മിലുള്ള വ്യത്യാസം സാർ ചോദിച്ചാൽ എന്താണ് വ്യത്യാസം? NH വന്നു കഴിഞ്ഞാൽ അത് ഇമൈഡ് എന്ന് വിളിക്കുക. CONH2 എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കും? അമൈഡ് എന്ന് വിളിക്കും. C=ONH വന്ന അതിന് എന്ത് എന്ന് വിളിക്കും? ഇമൈഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അമൈഡ് ആൻഡ് എന്താണ്? ഇമൈഡ്. ഗബ്രിയൽ താലിമൈഡ് അത്രയേ ഉള്ളൂ റിയാക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നു? HOH എലിമിനേഷൻ നടക്കണു. എന്തായിട്ട് പോണു? വാട്ടർ എലിമിനേഷൻ നടന്നു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? K+ ഉണ്ട്. K+ ഇവിടെ വന്ന് എന്ത് ചെയ്യണോ? അറ്റാച്ച് ചെയ്യണോ? ഈ അറ്റാച്ച് ചെയ്ത K+ഉം അതുപോലെ തന്നെ ഇവിടുത്തെ X എന്ന് പറയുന്നത്, X ഏതാവാം? CLO അല്ലെങ്കിൽ എന്താവാം? BR ആവാം. അത് എലിമിനേഷൻ നടക്കണോ? NR എന്ന് പറഞ്ഞിട്ട് N-ആൽക്കൈൽ താലിമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു? ഫോർമേഷൻ നടത്തുന്നു. ഓക്കെ, ഈ NR എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 NaOH ആണ് എന്ത് ചെയ്യുന്നത്? റിയാക്ഷൻ നടക്കുന്നത്. നമ്മുടെ എഴുതുന്ന സമയത്ത് ഒന്നേ എഴുതിയിട്ടുള്ളൂ. 2 NaOH റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബോണ്ട് എന്ത് ചെയ്യണോ? ബ്രേക്ക് ചെയ്യണോ? ഈ NaOH എന്താ സംഭവിക്കുക? ഇവിടുത്തെ ഹൈഡ്രജനും എന്ത് ചെയ്യണോ? ഇവിടെ വന്ന് അറ്റാച്ച്മെന്റ് നടത്തുന്നു. 2 ONA ഇവിടെ എന്ത് ചെയ്യണോ? കറസ്പോണ്ടിങ് ഫോർമേഷൻ നടക്കണോ? നമുക്ക് എന്ത് കിട്ടുന്നു? പ്രൈമറി അമീൻ നമുക്ക് എന്ത് ചെയ്യണോ? ഫോർമേഷൻ നടക്കണം. ഇതാണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്? ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എപ്പോഴും ആകെ കൺഫ്യൂസ്ഡ് ആയി പോവുക. ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതണം? ഈ 2 ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ 2 ഹൈഡ്രജനെ എവിടെയാണ്? ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യണോ? ഇതിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണോ? അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നു. അതിന്റെ കറസ്പോണ്ടിങ് എന്താണ്? ONA എന്ന് പറഞ്ഞ സിസ്റ്റം COONA ആയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഫോർമേഷൻ നടക്കണം. ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തേക്ക് പോവാം. അടുത്തത് ഈ ഒരു സ്ലൈഡും കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അത് മനസ്സിലായോ? യെസ്, ഓക്കെ.
ഈ ഒരു കാര്യമാണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. എന്താണ് റിഡക്ഷൻ, എന്താ ഓക്സിഡേഷൻ? ഇത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് ക്ലോസ് ചെയ്യാം. ബാക്കിയുള്ള റിയാക്ഷൻസും ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് തീർക്കാൻ പറ്റുന്നതാണ്. നാളെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, തീർക്കാവുന്നതാണ്. റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് റിഡക്ഷൻ, എന്താണ് ഓക്സിഡേഷൻ എന്നുള്ളത്. എന്താ റിഡക്ഷൻ, എന്താ ഓക്സിഡേഷൻ ഓൾറെഡി അറിയാം. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് എവിടെയാണ്? ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്, ശരിയല്ലേ? ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്താ പഠിക്കുന്നത്? റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺ എന്ത് ചെയ്യും ഗെയിൻ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും, വിട്ടുകൊടുക്കും. അത് ഇലക്ട്രോണിന്റെ ബേസിസിൽ. ഇവിടെ നമ്മൾ ഓർഗാനിക്കില് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈഡ്രജനെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓക്സിജൻ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഹൈഡ്രജൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓക്സിജനെ റിമൂവ് ചെയ്യുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഓക്സിജനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക. ഒന്നോ ഇത് രണ്ടും നടക്കാം. റിഡക്ഷൻ ഓക്സിഡേഷൻ നടക്കുന്ന കാര്യമല്ല. റിഡക്ഷനിൽ എന്ത് നടക്കാം? ഓക്സിജനെ റിമൂവ് ചെയ്ത് ഹൈഡ്രജൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആഡിങ് മാത്രം നടക്കാം, അല്ലെങ്കിൽ ഓക്സിജൻ എന്ത് മാത്രം നടക്കാം, റിമൂവൽ മാത്രം നടക്കാം. ഇതാണ് റിഡക്ഷനും ഓക്സിഡേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് ഒരൊറ്റ ചാർട്ടിൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ റിഡക്ഷൻ നമുക്ക് ഈ പഠിക്കാനുള്ള എല്ലാ ചാപ്റ്ററിന്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, അവിടെ നോക്കിയോ. കാർബോക്സിലിക് ആസിഡ് ആണത്. ഇതെന്താണ്? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ദെൻ എന്താണ്? ആൽക്കഹോൾ. ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്ത് നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്ത് നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്ത് നടക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ എഴുതണോ, ഏതാണ്? ടോളുവീൻ എന്ന് പറഞ്ഞ സിസ്റ്റം. അപ്പൊ ഈ ടോളുവീൻ എന്ന് പറഞ്ഞ സിസ്റ്റത്തിനെ ഓക്സിഡൈസ് ചെയ്തപ്പോൾ കിട്ടിയ കോമ്പൗണ്ടാണ് എന്ത് പറയുന്നത്? കറസ്പോണ്ടിങ് ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഓക്സിജനെ ഇതിലേക്ക് എന്ത് ചെയ്തു? ആഡ് ചെയ്തു, ബെൻസോയിക് ആസിഡ് കിട്ടി. ഇതെന്താ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ആൽക്കലൈൻ KMnO4 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? ആൽക്കലൈൻ. അപ്പൊ നമുക്കൊരു ആൽക്കഹോളിനെ ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആൽക്കലൈൻ KMnO4 യൂസ് ചെയ്യും. ഇതേപോലെ തിരിച്ചു പറയണം, ശ്രദ്ധിച്ചോ. ഈ കാർബോക്സിലിക് ആസിഡിനെ എന്താക്കണം? ആൽക്കഹോൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണോ? ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് എന്താണ്? ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. എന്ത് ചെയ്യും? ഹൈഡ്രജൻ ആഡ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓക്സിജനെ റിമൂവ് ചെയ്യും. ഇതേ ഇവിടെ നോക്കിയോ, ശ്രദ്ധിച്ചോ. ഈ ആൽക്കഹോളിനെ നമ്മൾ ആൽഡിഹൈഡോ കീറ്റോണോ മാത്രം ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്യും? പിരിഡിയം ക്ലോറോക്രോമേറ്റ് ആഡ് ചെയ്യും. ആൽഡിഹൈഡോ കീറ്റോണിനെ മാത്രം റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെലക്റ്റീവ് റെഡ്യൂസിങ് ഏജന്റ് NaBH4 എന്ന് പറയുന്നത്. എന്താണ്? സോഡിയം ബോറോ ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ നോട്ട്സ് തരുന്ന സമയത്ത് മനസ്സിലാവും നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് ഇവിടെ എക്സ്പ്ലനേഷൻ മാത്രം കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ചോ. CrO3 ഓർ KMnO4 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽഡിഹൈഡ് കീറ്റോൺ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡ് മാറും, ഓക്സിഡേഷൻ. ഓക്കെ, അത് കൂടാതെ നമ്മൾ പഠിക്കുന്നതാണ് എന്താണ്? വേറൊരു ഓക്സിഡേഷൻ എന്താണ്? നമ്മൾ ടെസ്റ്റ് പഠിക്കുന്നുണ്ട് ആൽഡിഹൈഡ് കീറ്റോൺ ഉള്ളത്. അതിൽ രണ്ടിലും നടക്കുന്ന എന്ത് റിയാക്ഷൻ ആണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ആൽഡിഹൈഡിന് കീറ്റോണിനെയും ടൊളൻസോ അല്ലെങ്കിൽ ഫെല്ലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, അത് കൂടെ ഇത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ്, ഇതൊക്കെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. KMnO4 എന്താണ്? സ്ട്രോങ് ആണ്. ആൽക്കഹോളിനെ ഡയറക്റ്റ് ആയിട്ട് എന്താക്കി മാറ്റും? കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റും. ഇവര് പറയുന്നത് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. എന്താ ചെയ്യുന്നത്? കാർബോക്സിലിക് ആസിഡ് റെഡ്യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ആൽക്കഹോൾ ആക്കും. ബാക്കിയുള്ള ആൾക്കാരെല്ലാം മൈൽഡ് ഓക്സിഡൈസിങ് ഓർ എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇത് അവിടെ H2 ബാർ പലേഡിയം എന്ന് പറഞ്ഞിട്ട് H2 ബാർ പലേഡിയം എന്താണ്? മൈൽഡ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇതവിടെ ഇതിന്റെ H2 ബാർ പലേഡിയം. വൺ ഓഫ് ദ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഈ റിയാക്ഷൻ. സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. ഫീനോളിലേക്ക് സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും. ഇവിടെ എന്ത് ചെയ്യും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഹൈഡ്രജൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. എന്ത് റിയാക്ഷൻ ആണ്? റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ എപ്പോഴും ചോദിക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ റിഡക്ഷന്റെ കംപ്ലീറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെ എടുത്തു നോക്കിയോ, എല്ലാ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനും ഇതിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഒരു സ്ലൈഡിൽ 2 റിയാക്ഷൻ കൂടെ പറഞ്ഞാൽ നിർത്തുകയാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം.
മനസ്സിലായിരുന്നെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ 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 ഗ്രേറ്റ്. ഓക്കെ ഓക്കെ. റിഡക്ഷൻ ഓക്സിഡേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. അതാ നോക്കിയോ, ക്ലമൻസൺ റിഡക്ഷൻ, പിന്നെ എന്ത് റിഡക്ഷൻ ആണ്, സ്റ്റീഫൻ റിഡക്ഷൻ, അതുപോലെ എന്താണ് ഡൈബാലച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം നിങ്ങൾ പഠിച്ച ഡൈബാലച്ച്, ശരിയല്ലേ? അതുപോലെ തന്നെ എന്താണ് റോസൻമണ്ട് എന്താണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഈ 4 റിഡക്ഷനും ഒരുമിച്ച് ഇതിനൊപ്പം പഠിക്കേണ്ടതാണ്. കാരണം റിഡക്ഷൻ ഓക്സിഡേഷൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം പഠിക്കുന്ന റിയാക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് ക്ലമൻസൺ റിഡക്ഷൻ ആൻഡ് എന്താണ് സ്റ്റീഫൻ റിഡക്ഷൻ ആൻഡ് എന്താണ് ഡൈബാലച്ച് എന്താണ് റോസൻമണ്ട് റിയാക്ഷൻ. ജസ്റ്റ് ഞാനൊന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് നിർത്താം. എന്നിട്ട് നമുക്ക് എന്താ ബാക്കിയുള്ള ഏതൊക്കെയാണ് പോർഷൻസ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന അവിടെ നോക്കി ക്ലമൻസൺ റിഡക്ഷൻ ആണ് നടക്കുക. ഞാൻ പറഞ്ഞു റിഡക്ഷൻ പറഞ്ഞ എന്താണ്, ഒന്നോ ഓക്സിജനെ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ഇവിടെ നോക്കുക, ഓക്സിജനെ റിമൂവ് ചെയ്തു, എന്ത് ആഡ് ചെയ്തു, ഹൈഡ്രജൻ ആഡ് ചെയ്തു, എന്തായിട്ട് മാറി, കീറ്റോൺ എന്ന് പറഞ്ഞ സിസ്റ്റം എന്തായിട്ട് മാറി, ആൽക്കെയിൻ ആയിട്ട് മാറി. ഓക്കെ, അതാണ് എന്ത് ക്ലമൻസൺ റിഡക്ഷൻ പറയുന്നത്. ക്ലമൻസൺ റിഡക്ഷൻ ആണോ അല്ലേ എന്ന് എങ്ങനെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, സിങ്ക് അമാൽഗം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, ZnHg എന്ന് പറഞ്ഞ സാധനം. ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്ലമൻസൺ റിഡക്ഷൻ ആണെന്ന് ഉറപ്പിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സ്റ്റീഫൻ റിയാക്ഷൻ, ഞാൻ ഈ പഠിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഈ റിയാക്ഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്റ്റീഫൻ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റീഫൻ എസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം, ടിൻ ഉണ്ടാവണം. ഇതാ ടിൻ ഉണ്ട്. ഓക്കെ, ടിൻ ബാർ HCl. ഇതാ നൈട്രിൽ കോമ്പൗണ്ട് ആണ്, ഇതാ N നൈട്രിൽ കോമ്പൗണ്ട് ആണ്, ശരിയാണ്. നൈട്രിൽ കോമ്പൗണ്ടിനെ റിയാക്ഷൻ നടത്തണോ, ഇവിടെ എന്ത് ചെയ്യണോ, ഹൈഡ്രജൻ ആഡ് ചെയ്യണോ, എന്തായിട്ട് മാറുന്നു, അത് കറസ്പോണ്ടിങ് എന്തായിട്ട് മാറുന്നു, ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. ഞാൻ എന്ത് ചെയ്യാം, അടുത്ത നമ്മളതിൽ ഈ 4 റിയാക്ഷൻ കൂടെ ഒന്ന് പറഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. ഓക്കെ, ഡൈബാലച്ച് എന്ന് പറഞ്ഞ സിസ്റ്റം. ഡൈബാലച്ച് എന്ന് പറഞ്ഞ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്, നൈട്രിൽ തന്നെയാണ് റിയാക്ഷൻ നടക്കുന്നത്, ശരിയല്ലേ? പക്ഷേ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം. ഈ ട്രിപ്പിൾ ബോണ്ട് N അല്ലാതെ വീണ്ടും ഡബിൾ ബോണ്ട് വരികയാണ് സിസ്റ്റത്തിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഡൈബാലച്ച് യൂസ് ചെയ്യുക. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള നൈട്രിൽസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡൈബാലച്ച് യൂസ് ചെയ്യുന്നത്. അതുപോലെ റോസൻമണ്ട് റിഡക്ഷൻ എന്ന് പറയുന്നത് അതെന്താണ്, ഓയിൽ ക്ലോറൈഡുകളെ അസൈൽ ക്ലോറൈഡുകളെ എന്താക്കാനാണ്, അതിന്റെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം എന്ത് റിയാക്ഷൻസ് ആണ്, റിഡക്ഷൻ റിയാക്ഷൻസ്. അപ്പൊ നമുക്ക് ആ സൈക്കിളിലെല്ലാം വന്നു. ഇനി നമുക്ക് ഉള്ളത് എന്ന് പറയുന്നത് എന്താണ്, ടെസ്റ്റും മറ്റു കാര്യങ്ങളുമാണ്. അത് നമുക്ക് എന്താണ് ഒരു 10-15 മിനിറ്റ് ക്ലാസ്സിന്റെ കാര്യമേ ഉള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വരുന്ന സമയത്തുള്ള ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. എനിക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നാളെ ഏതൊക്കെയാണ് ഡൗട്ട് ക്ലിയറിംഗ് സെഷന് ആവശ്യം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ആ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യാം, ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് ഒന്നോ ചാറ്റിൽ മെൻഷൻ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടുത്തെ കൺസേൺ സ്റ്റാഫിനെ നിങ്ങൾ അറിയിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ബുധനാഴ്ചയോ മറ്റേ ആണ് എക്സാം വരുന്നത്, ശരിയല്ലേ? അപ്പൊ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ് ടോപ്പിക്സ് ഉള്ളത്, ആ ടോപ്പിക്സിൽ എങ്ങനെ പഠിക്കാം, എങ്ങനെയാണ് അത് ആൻസറിങ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കി പോർഷനും അതും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഇപ്പോൾ അഥവാ ഏതെങ്കിലും നാളത്തേക്ക് എടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റിൽ നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് നിർത്തിയേക്കുക. ഓക്കെ, താങ്ക് യു.